പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലസ്ഡ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെർഗബി. ഞാൻ ആഷിക് ജോയ്. വീണ്ടും ഗുരുതരമായ ജടിലമായ ഒരു പോസ്റ്റുമായിട്ട്, അതിലും നുണകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു പോസ്റ്റാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പ്രിയപ്പെട്ട ജോഷി മയ്യാച്ചലച്ചൻ. വളരെ ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ നല്ലൊരു മാന്യതയും വിലയൊക്കെ ഉള്ളൊരു വൈദികനാണ്. പക്ഷേ അദ്ദേഹം ഈ രീതിയിൽ നുണകൾ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും അതിലോട്ടേക്ക് നമുക്ക് പോകുന്നതിന് മുൻപ് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. അപ്പോൾ പ്രിയമുള്ളവരെ, അച്ഛൻ്റെ പോസ്റ്റിലോട്ട് പോകുന്നതിന് മുൻപ് ജസ്റ്റ് ഞാൻ നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞ ഒരു ചെറിയൊരു കോട്ട് മാത്രം ഞാൻ വായിച്ചിട്ട് ഞാൻ തുടരാം. ബെനഡിക്ട് 16 പാപ്പ 2008 നവംബർ 2 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ദൈവജനത്തിന് നൽകിയ ഒരു പ്രസംഗം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നും മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും സുവിശേഷം അറിയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം അന്ധവിശ്വാസങ്ങൾക്കും സമന്വയങ്ങൾക്കും പ്രത്യേകം ഇരയാകുന്നവയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ. ക്രൈസ്തവ സത്യം വിവിധ തരത്തിലുള്ള ഐതിഹ്യങ്ങളുമായി കൂട്ടിക്കലർത്തപ്പെടാതിരിക്കാൻ ഇതാവശ്യമാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ പ്രിയപ്പെട്ട ജോഷി അച്ഛൻ്റെ പോസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബോസ്കോ അച്ഛനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ അച്ഛൻ്റെ തന്നെ രൂപക്കാരായിട്ടുള്ള ജെഫിൻ ബ്രദർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വചനപ്രഘോഷകൻ പോലും അല്ലാത്ത ഒരു സാധാരണ അൽമാനായ എനിക്ക് അച്ഛൻ മറുപടി നൽകിയതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം അത് കൊള്ളേണ്ടിടത്ത് അത് കൊണ്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതായത് സാത്താന് പരിശുദ്ധ അമ്മയോട് ഇത്രയധികം ഭയം വരുന്നതിൻ്റെ കാരണം, സത്യത്തിൽ ഈശോയോടാണ് ഏറ്റവും കൂടുതൽ ഭയം വരേണ്ടത്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ നാമം ഉച്ചരിക്കുമ്പോൾ സാത്താന് ഭയം. അപ്പോൾ ഒരിക്കൽ എക്സോസിസ്റ്റുകൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് ഇത്ര ഭയം പരിശുദ്ധ അമ്മയുടെ? അപ്പോൾ സാത്താൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: യേശു ദൈവമാണ്. ആ ദൈവം എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതിൽ അതിശയിക്കാനില്ല. പക്ഷേ പരിശുദ്ധ അമ്മ ഒരു സൃഷ്ടിയാണ്. വെറും ഒരു സൃഷ്ടിയുടെ മുൻപിൽ ഞാൻ ഒന്നുമല്ലാതായി തീരുന്നത് അത് സാത്താന് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വൈദികനോ ഒരു വചനപ്രഘോഷകനോ പറയുന്നത് അവരതങ്ങനെയേ പറയുള്ളൂ എന്ന് വൈദികർക്കറിയാം. പക്ഷെ ഒരു സാധാരണ അൽമായൻ വചനപ്രഘോഷകനാണെന്ന് പോലും ക്ലെയിം ചെയ്യാത്ത ഒരു അൽമായൻ പറഞ്ഞതാണ് ഒരു പക്ഷേ അച്ഛൻ എനിക്ക് ഈ ഒരു മറുപടി തരാൻ കാരണമായത്. അതിൽ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അച്ഛൻ പോയിൻ്റായിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വളരെ എളുപ്പമാണ് ഈ പോയിന്റിൽ തന്നെ നമുക്ക് പിടിച്ച കാര്യങ്ങൾ സംസാരിക്കാനുള്ളതാണ്. നിർഭാഗ്യവശാൽ പ്രിയപ്പെട്ട ജോഷി അച്ഛൻ ഒന്നാമത്തെ പോയിന്റ് തന്നെ വലിയൊരു നുണയോടുകൂടിയാണ് പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, എനിക്ക് ജോഷി അച്ഛനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ആർക്കും വൈദികരോട് ഒരു രീതിയിലുള്ള വെറുപ്പോ മറ്റൊന്നും തോന്നരുത്. ഇത് ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടം മാത്രമാണ്. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ വിധിക്കാൻ നമുക്ക് പറ്റത്തില്ല, പക്ഷെ അവരുടെ പ്രവൃത്തിയെ വി ക്യാൻ ജഡ്ജ്. അപ്പോൾ അച്ഛൻ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇതാണ്. അതിനു മുൻപ് ഞാൻ തുടക്കം മുതലേ വായിക്കാം. സാംസ്കാരിക വിരുദ്ധതയാണോ കത്തോലിക്ക വിശ്വാസം? ഫാദർ ജോഷി മയ്യാറ്റിൽ. ഒന്നാം പ്രമാണത്തിൻ്റെ പേരിൽ സാംസ്കാരിക വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ചില ധ്യാനഗുരുക്കന്മാരുടെ പ്രവണതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരുടെ ഓണാഘോഷത്തെ സംബന്ധിച്ച് കൃത്യമായ കത്തോലിക്ക കാഴ്ചപ്പാട് അവതരിപ്പിച്ച എൻ്റെ കുറിപ്പിനെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നൊരു വീഡിയോ കാണാൻ ഇടയായി. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിക്കൊള്ളട്ടെ. അപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് വളച്ചൊടിച്ചിട്ടാണെന്നാണ് അച്ഛൻ പറയുന്നത്. ഇങ്ങനെ വളച്ചൊടിക്കപ്പെടാതിരിക്കാനാണ് അച്ഛൻ പറയുന്ന ഓരോ പോയിൻറ്റും ഞാൻ വീഡിയോയുടെ താഴെയോ ലെഫ്റ്റ് സൈഡിലോ വെച്ചിട്ട് അത് ദൈവജനത്തിനെ കാണുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്നൊരു വായുവിൽ നിന്ന് എടുത്തിടുകയല്ല ചെയ്തത്. നമ്മൾ വിത്ത് അച്ഛൻ്റെ
പോസ്റ്റിൻ്റെ എവിഡൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കേൾക്കുന്നവർക്കറിയാം ഇത് ഔട്ട് ഓഫ് ടോപ്പിക്കാണോ അല്ലെങ്കിൽ വളച്ചൊടിക്കുന്നതാണോ എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, ഞാൻ വളച്ചൊടിച്ചു എന്ന് അച്ഛൻ പറയുന്നത് അതൊരു നുണയാണ്. അച്ഛൻ ഒന്നാമത് പറയുന്നു, ആ വീഡിയോയിൽ എൻ്റെ കുറിപ്പിൻ്റെ ഒട്ടുമിക്ക ഭാഗവും വായിച്ച് കമൻറ്റ് ചെയ്ത ആ ചെറുപ്പക്കാരൻ ആദ്യ ഭാഗം വായിച്ചില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ഞാൻ ആ വീഡിയോയുടെ ആദ്യത്തെ ഭാഗം ഒരിക്കൽ കൂടെ ഞാൻ പ്ലേ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അച്ഛൻ ഈ പറഞ്ഞത് നുണയാണോ സത്യമാണോ എന്നുള്ളത്. അച്ഛൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഓണം പൊതുവിടങ്ങളിൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. ഓണത്തെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ട് ഒത്തിരി പേർ എനിക്ക് സന്ദേശം അയക്കുന്നു. കാരണങ്ങൾ കേൾക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ഒന്നാം പ്രമാണ ലംഘനമാണെന്ന് ചില ധ്യാനഗുരുക്കന്മാർ പറയുന്നത്രേ ചില ധ്യാനഗുരുക്കന്മാർ പറയുന്നത്രേ ചില ധ്യാനഗുരുക്കന്മാർ പറയുന്നത്രേ ചില ധ്യാനഗുരുക്കന്മാർ പറയുന്നത്രേ ഓണാശംസ നടത്തിയാൽ പോലും പാപമാകുമത്രേ. അസുരൻ്റെ ഉത്സവമായതിനാൽ അത് പിശാച് സേവയാകുമത്രേ. എന്തെല്ലാം ജൽപ്പനങ്ങൾ. സോ ഞാനിവിടെ ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. നമ്മൾ റീസണിങ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാണ്. യൂട്യൂബിലൂടെ അബദ്ധജൽപ്പനം നടത്തുന്നതായി ഞാൻ കണ്ട 2 ധ്യാനഗുരുക്കന്മാരെ മാത്രമാണ് ചില എന്നതിലൂടെ ഞാൻ വിവക്ഷിച്ചത്. എന്നിരിക്കെ സകല ധ്യാനഗുരുക്കന്മാരെ ഞാൻ അവഹേളിച്ചു എന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ചില ധ്യാനഗുരുക്കന്മാർ എന്ന പ്രയോഗം ബോധപൂർവം മറച്ചു പിടിച്ചു. ചില ധ്യാനഗുരുക്കന്മാർ പറയുന്നത്രേ ചില ധ്യാനഗുരുക്കന്മാർ പറയുന്നത്രേ ചില ധ്യാനഗുരുക്കന്മാർ പറയുന്നത്രേ. ഞാനിപ്പം പ്ലേ ചെയ്ത വീഡിയോയിൽ ഞാൻ എവിടെയെങ്കിലും ഈ പറഞ്ഞതുപോലെ ചില ധ്യാനഗുരുക്കന്മാർ എന്ന അച്ഛൻ പറഞ്ഞത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ എഴുതിയതുപോലെ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് തന്നെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഒരു നുണയാണ്. അതുകൊണ്ട് അച്ഛൻ്റെ വാക്കുകളെ ഞാൻ വളച്ചൊടിച്ചിട്ടില്ല. സത്യത്തിൽ ഞാൻ ചെയ്ത വീഡിയോ ആണ് അച്ഛൻ വളച്ചൊടിച്ചിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട്, ചില ധ്യാനഗുരുക്കന്മാരുടെ പ്രബോധനങ്ങളിൽ, പ്രത്യേകിച്ച് സാംസ്കാരിക വിഷയങ്ങളിൽ വരുന്ന ഗുരുതരമായ തെറ്റുകൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരും. കാരണം സംസ്കാരങ്ങളെയും മറ്റു മതങ്ങളെയും സംബന്ധിച്ച കത്തോലിക്ക സഭയുടെ നിലപാടിന് വിരുദ്ധമായ പ്രബോധനങ്ങളെ തിരുത്തുക എന്നത് ഒരു പ്രവാചക ധർമ്മമാണ്. അപ്പോൾ ഇവർ എപ്പോഴും പിടിക്കുന്ന പോയിൻ്റ് ഇതാണ്, സഭ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. സോ ഞങ്ങൾ സഭയുടെ വക്താക്കളാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നതിനപ്പുറത്ത് ഒരു സത്യമില്ല എന്നുള്ളത്. അപ്പം നമുക്ക് ഇവർക്ക് എങ്ങനെ മറുപടി കൊടുക്കാം? സഭയുടെ അതേ ഡോക്യുമെൻ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും മറുപടി കൊടുക്കാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. 1599 നടന്ന ഉദയംപേരൂർ സുഗനഹദോസിൽ ഓണാഘോഷത്തെ സഭ വിലക്കിയിട്ടുണ്ട്. ഇന്നും സഭ വിലക്ക് മാറ്റിയിട്ടില്ല. ഓണാഘോഷത്തെ സഭ വിലക്കുക മാത്രമല്ല, ആ ഓണത്തിനിടെ ആരെങ്കിലും മരിച്ചാൽ അവർക്ക് പള്ളിയിൽ വെച്ചുള്ള മൃതസംസ്കാരം അനുവദിക്കുകയില്ല എന്ന് ഈ 1599 നടന്ന സിനഡിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഓഗസ്റ്റ് 23 വരാപ്പുഴ രൂപതയുടെ മെത്രാൻ എഴുതിയ ഇടലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യവും വിശ്വാസ സംബന്ധവുമായ ദുരാചാരങ്ങൾ, കണ്ടോ, നോട്ട് ദ പോയിന്റ്, ദുരാചാരങ്ങൾ നീക്കം ചെയ്യുവാൻ കത്തോലിക്ക സഭയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെയും 7 കുദാശകളെയും സാമൂഹ്യ ജീവിതത്തിലെ മൂല്യങ്ങളെയും സംബന്ധിച്ച നവോത്ഥാന മൂല്യങ്ങൾ മുന്നോട്ട് വെച്ച 200-ൽ പരം കാനോനുകളാണ് ഈ സുഗനഹദോസിൽ ഒപ്പുവെച്ച് നടപ്പാക്കിയത്. ഇപ്രകാരം കേരള പൗരാണിക ക്രിസ്ത്യാനികൾ മുഴുവനും കത്തോലിക്ക വിശ്വാസം പുൽകിയ ചരിത്ര മുഹൂർത്തമായിരുന്നു ഈ സുഗനഹദോസ്. കേരളത്തിലെ പൊതുസമൂഹത്തിനാകട്ടെ നവോത്ഥാന മൂല്യങ്ങളുടെ സുവർണ വെളിച്ചവും ഉദയംപേരൂർ സുഗനഹദോസ് കാനോനുകളിലൂടെ ലഭ്യമായി. 1600 ഏപ്രിൽ 1 ക്ലെമൻ്റ് 8 പാപ്പ ആർച്ച് ബിഷപ്പ് മെനസിസിന് അയച്ച മുൾത്താം ഇൻഡോമിനോ എന്ന തിരുവെഴുത്തിലൂടെ ഉദയംപേരൂർ സുഗനഹദോസ് നടപടികളെ ശ്ലാഘിക്കുകയും ഈ ദൗത്യ നിർവഹണത്തിൽ മെത്രാപ്പൊലീത്തയ്ക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു. 1601 മെയ് 19 പാപ്പ ദിവിനാം ദൈ എന്ന തിരുവെഴുത്തിലൂടെ ഉദയംപേരൂർ സുഗനഹദോസിലെ എല്ലാ ഡിഗ്രികൾക്കും നടപടികൾക്കും ശ്ലൈഹിക ആശീർവാദം നൽകി. ഹല്ലേലൂയ. എന്താ ചിന്തിച്ച് നോക്കിക്കേ, മാർപ്പാപ്പ അടക്കം അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സുഗനഹദോസിലെ അവരെടുത്ത തീരുമാനമാണ് ഓണം ആഘോഷിക്കരുത് എന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് ജോഷി അച്ഛൻ
സഭയുടെ ഡോക്യുമെൻറ്റ്സ് റെഫർ ചെയ്യുമ്പോൾ മുൻപുള്ള ഡോക്യുമെൻറ്റ്സും കൂടെ റെഫർ ചെയ്യണം. ഇനി സൂനഹദോസിനൊന്നും വാലിഡിറ്റി ഇല്ലയെന്നാണെങ്കിൽ നമുക്ക് വരാപ്പുഴ മെത്രാനെതിരെയും നമുക്കൊരു പോസ്റ്റ് ഇട്ടേക്കാം. അപ്പോൾ സഭയുടെ ഈ പ്രബോധന അധികാരത്തിനെതിരെ വരുന്ന കാര്യങ്ങളൊക്കെ വിരുദ്ധമായ പ്രബോധനങ്ങൾ തിരുത്തുക എന്നത് പ്രവാചക ധർമ്മമാണെന്നാണ് ബഹുമാനപ്പെട്ട ജോഷി മയ്യാച്ചിലച്ചൻ പറയണത്. ഇതിന് ഞങ്ങൾ സാധാരണ കത്തോലിക്കർ വിളിക്കുന്നത് പ്രവാചക ധർമ്മം എന്നല്ല, പാരവെപ്പ് എന്നാണ്. പാരവെപ്പ്. നല്ല രീതിയിൽ പൊക്കൊണ്ടിരിക്കുന്ന ധ്യാനഗുരുക്കന്മാരെ, ധ്യാന കേന്ദ്രങ്ങൾക്കെതിരെ പാര വെച്ച് അവരുടെ ശുശ്രൂഷ തടയുക എന്നാണ് ഇത് പറയുന്നത്. അതിന് വലിയൊരു ഉദാഹരണമാണ് അച്ഛൻ്റെ തന്നെ രൂപതയിലുള്ള ജെഫിൻ മൂലംകുഴി. എത്ര പേരാണ് അദ്ദേഹത്തിനെതിരെ പടവെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അച്ഛന് ജെഫിൻ മൂലംകുഴി, അച്ഛൻ്റെ രൂപതയിലെ ജെഫിൻ മൂലംകുഴി ബ്രദറിനെ പറ്റി അച്ഛൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം? തീർച്ചയായിട്ടും നല്ല അഭിപ്രായം ആയിരിക്കത്തില്ലെന്ന് ഉറപ്പാണ്. അതിനെയാണ് ഞാൻ പറഞ്ഞത് പാരവെപ്പ്. ഇത് പ്രബോധനങ്ങൾ തിരുത്തുന്നല്ല. പ്രബോധനങ്ങൾ തിരുത്താനായിരുന്നെങ്കിൽ ഈ പറയുന്ന സിനഡ് ഓഫ് ഡയംബറിലെ പ്രബോധനം അച്ഛൻ എങ്ങനെ ബോധപൂർവം വിട്ടുകളഞ്ഞു? അപ്പോൾ സ്വന്തം താല്പര്യങ്ങളെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് പറയുന്നത് പ്രബോധനം ഡിഫെൻഡ് ചെയ്യാനല്ല. ഇതാണ് പാരവെപ്പ് എന്ന് പറയുന്നത്. തുടർന്ന് അച്ഛൻ പറയുന്നത് സഭയുടെ പ്രബോധനാധികാരം കൈയാളുന്ന മെത്രാന്മാർ അക്കാര്യത്തിൽ ഇടപെടുകയും തൽഫലമായി എളിമയും വിശുദ്ധിയുമുള്ള ഗുരുക്കന്മാർ തങ്ങളുടെ നിലപാട് തിരുത്തുകയും ചെയ്ത ചില സംഭവങ്ങൾ എനിക്ക് നേരിട്ടറിയാം. ഇത്തരം വിഷയങ്ങളിൽ ദൈവവചനാധിഷ്ഠിതമായ ഔദ്യോഗിക സഭാ പ്രബോധനവുമായി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെന്തിനാണ് അവർ പറയുന്നത് അറിയോ? അതായത് ഇവിടെ അച്ഛൻ പറഞ്ഞ മറ്റൊരു പോയിൻ്റ്, ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഈ ധ്യാനഗുരുക്കന്മാരെ സഭ തിരുത്തുകയും അങ്ങനെ തിരുത്തിയവർ അച്ഛനെ വ്യക്തിപരമായിട്ട് അറിയുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളാരും അറിഞ്ഞില്ല. ഈ ധ്യാനഗുരുക്കന്മാരാരും വന്ന് ഞാൻ അന്ന് പഠിപ്പിച്ച ഈ പ്രബോധന ഭാഗം തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഞാൻ എണ്ണി നോക്കിയപ്പോഴും ഒരു 3-4 ധ്യാനഗുരുക്കന്മാർ ഇപ്പോഴും ഇത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. അവരുടെ വീഡിയോസൊക്കെ ഇപ്പോഴും അവരുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. പിന്നെ അവർ മാറ്റിയത് അവരുടെ മുകളിൽ നിന്നുള്ള പ്രഷറുകൊണ്ടാണ്. അവർക്ക് ഒരേ അഭിപ്രായമാണ് ഇപ്പോഴും ഉള്ളത് എന്ന് അവരുടെ ധ്യാനം കൂടുമ്പോൾ നമുക്കറിയാം. 1-ാം കൽപ്പന പറയുമ്പോൾ ഈ സാംസ്കാരിക അനുരൂപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാപമാണെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ 110-ലധികം ധ്യാന കേന്ദ്രങ്ങളിൽ ഇതേ കാര്യം പറയുകയും അതിൽ ചിലർ ഇതിൽ മാറ്റം വരുത്തുകയും എന്നും പറയുന്നതിൽ എന്താണ് കാര്യം? എന്നാൽ മാറ്റം വരുത്തിയവരാരാണെന്നും ഇതിൽ പറയുന്നില്ല. അപ്പോൾ മാറ്റം വരുത്തിയെങ്കിൽ അത് ദൈവജനം അറിയണ്ടേ? ഇന്ന ധ്യാനഗുരു ആ പഠിപ്പിക്കലുകൾ മാറ്റം വരുത്തി. ആ ധ്യാനഗുരുവും പറഞ്ഞിട്ടില്ല, സഭയും അറിയിച്ചിട്ടില്ല. എന്നാൽ അവരുടെ ധ്യാനങ്ങളിൽ 1-ാം കൽപ്പനയെ ബന്ധപ്പെട്ട് താമസിച്ചുള്ള ധ്യാനങ്ങളിൽ ഇപ്പോഴും കുമ്പസാര സഹായിയിൽ ഇത് കിടപ്പുണ്ട്. 1-ാം കൽപ്പനയെ ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് അത് അടുത്ത വീഡിയോയിൽ അച്ഛൻ പറയുന്നത്, അടുത്ത പോസ്റ്റ് പോയിൻ്റ് അച്ഛൻ പറയുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തരം വിഷയങ്ങളിൽ ദൈവവചനാധിഷ്ഠിതമായ ഔദ്യോഗിക സഭാ പ്രബോധനവുമായി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നറിയോ? സീറോ മലബാർ സഭയുടെ ഈ ദൈവശാസ്ത്ര കമ്മീഷൻ കഴിഞ്ഞ വർഷം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും വാ അടപ്പിച്ചോര്, അതായത് ഓണം ആഘോഷിക്കുന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം എന്താ ഈ ലത്തീൻകാർ പറയാൻ തുടങ്ങി, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. സീറോ മലബാർ ബിഷപ്പ് എഴുതിയിരിക്കുന്ന ആ ഒരു ഡോക്യുമെൻ്റ് അവർക്ക് മാത്രം. ഞങ്ങളെ സംബന്ധിച്ച് ലത്തീൻകാരെ സംബന്ധിച്ച് അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ലത്തീൻകാരും മലങ്കരക്കാരും പറയും. അപ്പോൾ കേരളം മെത്രാൻ സമിതി എന്നെ തീരുമാനിച്ചാൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം വായ അടപ്പിക്കാൻ പറ്റും. എന്തുമാത്രം ക്രൂക്കഡ് മൈൻഡാണ് ഇവരുടേത്. ഒരു രീതിയിലും ദൈവജനം അനുഗ്രഹിക്കപ്പെടരുത് എന്നാണ് ഇവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് എല്ലാ സൈഡിൽ നിന്നും ഇവർ വാതിലുകൾ അടച്ചു കളയുന്നത്. അപ്പോൾ നമ്മൾ അറിയണം, തിരിച്ചറിയണം എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം എന്നുള്ളത്. നമ്മൾ ചോദിച്ചാൽ എന്താ ജോഷി അച്ഛാ നിങ്ങളുടെ പ്രശ്നം, എന്താണ് അച്ഛൻ്റെ പ്രശ്നം? ദൈവജനം ധ്യാനഗുരുക്കന്മാരിലൂടെ ഇത്രയധികം വിശുദ്ധിയിലും വേർപെട്ട ജീവിതം നയിച്ചും സമാധാനത്തിലും ജീവിക്കുന്നതാണോ നിങ്ങളുടെ കുഴപ്പം? അല്ലെങ്കിൽ ധ്യാനഗുരുക്കന്മാരുള്ളതുപോലെയുള്ള അവരുടെ ആശയങ്ങൾ പിൻപറ്റുന്ന ഫോളോവേഴ്സ് നിങ്ങൾക്കില്ല എന്നുള്ള അസൂയയോ ഈഗോ ആണോ നിങ്ങളുടെ പ്രോബ്ലം? എന്താണ് ജോഷി അച്ഛാ സത്യത്തിൽ അച്ഛൻ്റെ പ്രശ്നം? എന്തിനാണ് അച്ഛൻ ഈ വഴി പോകുന്ന വയ്യാവേലി എല്ലാം പിടിച്ച് ഈ വള്ളികളൊക്കെ പിടിക്കണത്? കാസാക്കാരുടെ കയ്യിൽ നിന്ന് അച്ഛനെ കിട്ടി വയ്യാവേലി പിടിച്ചിട്ട്. ഒരു വിജിലൻ്റ് കാത്തലിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം തുടങ്ങി, അവിടെ നിന്നും കിട്ടി, അത് നിർത്തി. അപ്പോൾ എന്തിനാണ്
അച്ഛന് ഡോക്ടറേറ്റ് കിട്ടി, ശരിയാണ്. അച്ഛൻ അത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അച്ഛൻ ഉപയോഗിക്കൂ. എന്തിനാണ് ഈ പാരവെപ്പായിട്ട് നടക്കുന്നത്? മറ്റുള്ള ധ്യാനഗുരുക്കന്മാർ തെറ്റാണ് പഠിപ്പിക്കുന്നെങ്കിൽ അവർക്കൊരു മെത്രാനുണ്ട് നോക്കാനും നിരീക്ഷിക്കാനൊക്കെ. അവരെ തീർച്ചയായിട്ടും നോക്കും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് അച്ഛന് വേണ്ടത്? എന്താണ് അച്ഛൻ്റെ പ്രശ്നം? ഇതുവഴി ആരെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് അകലുന്നുണ്ടോ ഈ ധ്യാനഗുരുക്കന്മാർ വഴി? ഇല്ല. പകരം എന്താ സംഭവിക്കുന്നത്? ഈ ധ്യാനഗുരുക്കന്മാരിലൂടെ പലരും സത്യവിശ്വാസത്തിലോട്ട് കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത്. എത്ര കുടുംബങ്ങളാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? എത്ര കുടുംബങ്ങളിലെ തകർച്ചകളാണ് മാറുന്നത്? ഇത് അച്ഛന് സഹിച്ചൂടെ? എന്താ പ്രശ്നം അച്ഛൻ്റെത്? എന്താ സത്യത്തിൽ എന്താ ജോഷി മയ്യച്ചൽ അച്ഛൻ്റെ പ്രശ്നം? ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുകയാണ് അച്ഛൻ എന്തിൻ്റെ പ്രോബ്ലമാണ്? അച്ഛന് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് കാണിക്കാനുള്ള ഒരു ത്വരയാണോ അച്ഛനുള്ളത്? എന്താണ് അച്ഛൻ്റെ സത്യത്തിലെ പ്രശ്നം? ഈ പറയുന്ന 110 ധ്യാനകേന്ദ്രങ്ങളിൽ പോയിട്ട് ആരുടെയെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ജോഷി അച്ഛൻ്റെ പ്രോബ്ലം എന്താണ്? കേരള സഭ സമാധാനത്തിൽ പോകുന്ന അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ലേ? ഞങ്ങളെപ്പോലെ ദൈവജനം അനുഗ്രഹം പ്രാപിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തെ തകർച്ചകളുടെ കാരണം എന്താണെന്ന് ഈ ധ്യാനഗുരുക്കന്മാർ സ്നേഹത്തോടെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ലല്ലോ. ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതിൽ അച്ഛൻ എന്തിനാണ് ഇത്ര അസ്വസ്ഥതപ്പെടുന്നത് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം. മൂന്നാമത്തെ പോയിന്റ് അച്ഛൻ പറഞ്ഞിരിക്കുകയാണ്, ധ്യാനഗുരുക്കന്മാരുടെ വചനപ്രഘോഷണവും പ്രാർത്ഥനാ ശുശ്രൂഷകളും സഭയ്ക്ക് വിലപ്പെട്ടവയാണ്. അവ സമഗ്രതയോടും സഭാത്മകതയോടും കൂടെ തുടരേണ്ടത് ആവശ്യവുമാണ്. എന്നാൽ ചിലരുടെ തെറ്റായ നിലപാടുകൾ തിരുത്തപ്പെടേണ്ടവ തന്നെയാണ്. അത്തരം തിരുത്തലുകൾ കൃത്യസമയത്ത് നടക്കാതിരുന്നതാണ് കേരളത്തിൽ പാഷാണ്ഡത പ്രചരിപ്പിക്കുന്ന 2 സെക്റ്റുകൾ കത്തോലിക്കർക്കിടയിൽ രൂപീകൃതമാകാനും വൻ കിണറുകളിൽ അന്ധഭക്തർ നിബന്ധിക്കാനും കാരണമായത്. അത്തരം തിരുത്തലുകൾക്കും കൂട്ടായ ചർച്ചകൾക്കും വേണ്ടിയാണ് മെത്രാൻ സംഘം വർഷത്തിലൊരിക്കൽ ധ്യാനഗുരുക്കന്മാരുടെ സമ്മേളനം PUSയിൽ വിളിച്ചു കൂട്ടുന്നത്. എത്ര മുഖ്യധാര ധ്യാനഗുരുക്കന്മാർ അതിൽ പങ്കെടുക്കുന്നു എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ വർഷത്തിലൊരിക്കൽ PUSയിലെ ധ്യാനഗുരുക്കന്മാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ടെന്ന് പറയുന്നു. എന്നിട്ടും എന്ത് പറ്റിയച്ചാൽ ഈ വർഷവും കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷം എല്ലാം ഓണാഘോഷം തെറ്റാണെന്ന് ധ്യാനഗുരുക്കന്മാർ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ ഒരു നടപടി പോലും എടുക്കാൻ പറ്റാത്ത PUSയിൽ അംഗങ്ങൾ അല്ലെങ്കിൽ ബിഷപ്പുമാർ എങ്ങനെ ദൈവജനത്തെ നിർവഹിക്കാൻ നയിക്കും? അപ്പോൾ അതിനർത്ഥം അവരുടെ ബിഷപ്പുമാർ, ഈ ധ്യാനഗുരുക്കന്മാരുടെ ബിഷപ്പുമാർ അവർക്ക് സപ്പോർട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾ ദൈവജനം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരുടെ ബിഷപ്പുമാരുടെ വാക്കുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അവരിന്ന് വരെയും അവരുടെ ധ്യാനഗുരുക്കന്മാരായിട്ടുള്ള വൈദികരോ അൽമാരോ തള്ളിപ്പറഞ്ഞിട്ടില്ല. സോ നമ്മൾ അവരിപ്പോഴും അവരുടെ വാക്കുകൾക്ക് പ്രസക്തി കൊടുക്കുന്നു. നാലാമത്തെ പോയിൻ്റ്, ഇനി വളരെ പ്രസക്തമായൊരു ചോദ്യം, ആരാണ് ധ്യാനഗുരുക്കന്മാർ? ധ്യാനപ്രസംഗം നടത്തുന്നവർ എന്നതാണ് ഉത്തരമെങ്കിൽ അത്തരത്തിൽ അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കുമുള്ള വാർഷിക ധ്യാനങ്ങളും ഇടവക ധ്യാനങ്ങളും നടത്താൻ സമയമുള്ളപ്പോഴെല്ലാം തയ്യാറാകുന്ന ഒരാളാണ് ഈ ഉള്ളവനും. വചനം പ്രഘോഷിക്കുക എന്നതാണ് ധ്യാനഗുരുവിൻ്റെ മുഖ്യധർമ്മമെങ്കിൽ 100 കണക്കിന് ധ്യാനഗുരുക്കളായ വൈദികരും സന്യസ്തരും അൽമാരും കേരളത്തിൽ ഉണ്ട്. അവർ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ സംഘടിപ്പിക്കുകയോ മഹാ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുകയോ വിദേശത്ത് ധ്യാനത്തിന് പോകുകയോ ധ്യാനകേന്ദ്രം നടത്തുകയോ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ വചനം പ്രഘോഷിക്കാൻ ഇതെല്ലാം വേണമെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ ആ പോയിന്റിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. ഈ പോയിന്റ് അച്ഛൻ പൊക്കിക്കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. കാരണം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ് ഫോർ ദ സാൽവേഷൻ ഓഫ് സോൾസ്? അത് കൊണ്ടു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഞാനും ഈ ഉള്ളവനും ധ്യാനിപ്പിക്കുന്ന വ്യക്തിയാണെന്നുള്ളത്. ഒരു വൈദികന് അടിസ്ഥാന കടമയാണ് വചനം പറയുക, ബലിയർപ്പിക്കുക എന്നുള്ളത്. ഇവിടെ വചനം പറയുന്നതിനെയല്ല നമ്മൾ പറയണത്, വചനം സത്യസന്ധമായിട്ട് പറയുന്നതിനാണ്. വെള്ളം ചേർക്കാതെ ഒരു വചനത്തിൽ തമ്പുരാൻ എന്തുദ്ദേശിച്ചോ അത് പറയുക എന്നതാണ് നിലവിൽ അത് ധ്യാനഗുരുക്കന്മാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു വൈദികനാവണമെന്ന തീക്ഷ്ണതയോടുകൂടെ ചെയ്ത് ആ ധ്യാനഗുരുക്കന്മാരുടെയൊക്കെ അഭിഷേകമുള്ള മറ്റു വൈദികരും. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അച്ഛൻ വചനം പ്രഘോഷിക്കുന്നില്ലെന്നോ അച്ഛൻ മറ്റുള്ളവരെ ക്ലാസ് എടുക്കുന്നില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രയുള്ള ഡിഫറൻസ്. ഡാനിയൽ അച്ഛൻ പറയാണ്, BIYM മലയാളം ബൈബിൾ ക്ലാസ് ഉണ്ട്, നിങ്ങൾ കാണണം. ജനലക്ഷങ്ങളാണ് കാണുന്നത്. അച്ഛൻ പറയണം 40 ദിവസത്തെ ഒരു ശുശ്രൂഷയുണ്ട്, നിങ്ങൾ കാണണം, ജനലക്ഷങ്ങളാണ്. ജോഷി മയ്യാച്ചിൽ അച്ഛൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് നോക്കിയേ, 1000 പേരെ തികച്ച് കിട്ടത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡിഫറൻസ്. ധ്യാനഗുരുക്കന്മാരും മറ്റ് സെക്കുലർ വൈദികരും. ഇപ്പം അച്ഛന് മനസ്സിലായല്ലോ, അച്ഛൻ ചോദിച്ച ക്വസ്റ്റ്യൻ, ആരാണ് ധ്യാനഗുരുക്കന്മാർ? ഇതാണ് ഉത്തരം.
എന്തുകൊണ്ട് ദൈവജനം അവരിലേക്ക് ഒഴുകുന്നു? ഡാനിയലച്ചൻ അവിടെ എന്തെങ്കിലും മിറാക്കിൾ നടക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് നടക്കുന്നുണ്ടാവും സൈഡിൽ, പക്ഷെ അതൊന്നും അവർ ഹൈലൈറ്റ് ചെയ്യാറില്ല. ഓൺലി ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനം കേൾക്കാനാണ്. അച്ഛൻ എപ്പോഴെങ്കിലുമൊക്കെ സെക്കൻഡ് സാറ്റർഡേ ഇവിടെ തിരുവനന്തപുരത്ത് മൗണ്ട് കാർമലിൽ പോകണം. ഇരിക്കാനൊരു സീറ്റില്ല, ജനസാഗരമാണ്. എന്തിനാ? ദൈവവചനം കേൾക്കാൻ. വേറൊരു കാര്യസാധ്യത്തിനല്ല അവർ വരുന്നത്, ദൈവവചനം കേൾക്കാൻ നോട്ടെടുത്തിട്ട് അവർ പോകണു. എന്നാൽ ദൈവശാസ്ത്രജ്ഞനായിട്ടുള്ള അച്ഛൻ്റെ ഒരു ക്ലാസ് എടുത്താൽ ക്ലാസ്സിനെ വിളിച്ചാൽ എത്ര പേര് വരും? ചിന്തിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. കാരണം ദൈവജനത്തിന് എവിടെയെന്നാണ് അഭിഷേകം വരുന്നതെന്നും സത്യസുവിശേഷം വരുന്നതെന്നും അറിയാനുള്ളൊരല്പജ്ഞാനം നമുക്കുമുണ്ട്. അതുകൊണ്ട് എൻ്റെ ചോദിച്ചാൽ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു കൗൺസിലിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയുണ്ട്, എനിക്ക് നാളെ മറ്റുള്ളവരുടെ ഹൃദയവിചാരം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് തമ്പുരാൻ എനിക്ക് തരണം ഈ ദാനം. ഞാൻ നാളെ ധ്യാനഗുരുവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തമ്പുരാൻ എന്നിലൂടെ സംസാരിക്കണം, തമ്പുരാൻ്റെ പറയാനുള്ള കാര്യങ്ങൾ. അങ്ങനെ വെളികിട്ടി വന്നവരാണ് ധ്യാനഗുരുക്കന്മാർ. അപ്പോൾ അതച്ഛൻ ഈ വ്യത്യാസം മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി 5ാമത്തെ പോയിന്റ്, അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഇടവക വൈദികരും ആത്മാക്കളുടെ രക്ഷയും. ധ്യാനഗുരുക്കന്മാർ എന്ന് വിളിക്കപ്പെടാത്ത ഇടവക വൈദികരും സന്യസ്ത വൈദികരും ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നും യേശുക്രിസ്തുവിനെ രക്ഷകനെ പ്രഘോഷിക്കുന്നില്ലെന്നും ഒക്കെയുള്ള ഈ ചെറുപ്പക്കാരൻ്റെ പ്രസ്താവന എത്രയോ അപക്വമാണ്. 24 മണിക്കൂറും വിശ്വാസി സമൂഹത്തോടൊപ്പം ജീവിച്ച് ആബാലവൃദ്ധം ജനങ്ങൾക്ക് അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ആശങ്കകളിലും രോഗങ്ങളിലും ദൈവവചനവും കുദാശകളും പ്രാർത്ഥനയും പകർന്ന് അവരെ പ്രബോധിപ്പിച്ചും വിശദീകരിച്ചും നയിച്ചും സഹായിച്ചും കടന്നുപോകുന്ന ഇടവക വൈദികരുടെ പകരം വെക്കാനാവാത്ത ശുശ്രൂഷകളെ വിലമതിക്കാൻ കഴിയാതെ വരുന്നത് ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ നന്ദികേടാണ്. നമുക്കിനി ഓരോ വരികൾ നോക്കിയാൽ, യേശുക്രിസ്തുവിനെ രക്ഷകനായി പ്രഘോഷിക്കുന്നില്ല എന്നും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വൈദികർ ഒന്നും ചെയ്യുന്നില്ല എന്നുമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ്, എത്ര വൈദികർക്ക് ധൈര്യമുണ്ട് ധ്യാനഗുരുക്കന്മാർ പറയുന്നത് പോലെ യേശുവാണ് ഏകരക്ഷകനെന്ന് പറയാൻ? അച്ഛൻ പറഞ്ഞത് ഓണം നമുക്ക് സുവിശേഷം പറയാനുള്ള ഒരു വേദിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ എത്ര ഓണപരിപാടി പോയിട്ട് യേശുവാണ് ഏകരക്ഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ അച്ഛൻ പറയുന്നു, 24 മണിക്കൂറും വിശ്വാസി സമൂഹത്തോടൊപ്പം ജീവിച്ച് ആബാലവൃദ്ധ ജനങ്ങൾക്ക് ആശ്വാസവും സങ്കടങ്ങൾ ആശ്വാസവും എല്ലാം ചെയ്യുന്ന അവരാണ് വൈദികർ. 24 മണിക്കൂറും. നമ്മൾ ഈ വാക്കുകളൊക്കെ ശ്രദ്ധയോടെ ഓർക്കണം. 24 മണിക്കൂറിൽ അപ്പോൾ അവർ ഉറങ്ങണ്ടേ അച്ഛാ? 24 മണിക്കൂർ പോയിട്ട് ശ്രദ്ധിക്കുക, ഞാനീ പറയുന്നത് വളരെ വിശുദ്ധി ജീവിക്കുന്ന, വേർപെട്ട ജീവിതം നയിക്കുന്ന, വെള്ളിയാഴ്ച ഇറങ്ങുന്ന സിനിമ കാണാൻ പോവാതെ ഒരു രൂപത വൈദികനാണെങ്കിലും സന്യസ്ത വൈദികരുടെ ജീവിത രീതി പാലിച്ച് മാന്യമായി ജീവിച്ച് വിശുദ്ധി ജീവിക്കുന്ന വൈദികരുണ്ട്. അവർ ഈ ഗണത്തിൽ പെടുന്നേയില്ല കേട്ടോ. ഞാൻ പറയുന്നത് വിളിക്കപ്പെട്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെടാതെ പൊക്കൊണ്ടിരിക്കുന്ന, വിളി തിരിച്ചറിയാതെ ഈ പറയുന്ന രീതിയിൽ വളരെ സെക്യുലറായിട്ട് യേശുവാണ് തങ്ങളെ വിളിച്ചെന്നറിയാതെ പോകുന്ന വൈദികരിപ്പറ്റെ ഞാൻ പറയുന്നത്. അപ്പോൾ അച്ഛാ, 24 മണിക്കൂർ പോയിട്ട് പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് അരമണിക്കൂർ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കാൻ സമയമില്ലാത്ത വൈദികരെ പറ്റി അച്ഛൻ പറഞ്ഞത് 24 മണിക്കൂർ അവർ നമുക്ക് വേണ്ടി സമയം ചിലവാക്കുന്നുണ്ടെന്ന്. എൻ്റെ വീട്ടിൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഒരു ദിവസം അച്ഛൻ വെഞ്ചരിക്കാൻ വരുന്നുള്ളൂ. ആ വെഞ്ചരിപ്പ് പോലും എൻ്റെ ഇടവകയിൽ നടന്നിട്ടില്ല. ആ അച്ഛനെ പറയണത് 24 മണിക്കൂറും വിശ്വാസി സമൂഹത്തോടൊപ്പം ജീവിച്ച്. നിങ്ങൾ വിശ്വാസി സമൂഹത്തോടൊപ്പമാണോ ജീവിക്കുന്നത്? നമ്മുടെ കുടുംബങ്ങളിൽ എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങൾ വൈദികർക്ക് അറിയാമോ? അച്ഛൻ ഈ പറഞ്ഞ പോലെ അച്ഛൻ അറിയുന്ന അച്ഛൻ്റെ രൂപതയിൽ തന്നെ സുവിശേഷ വേല ചെയ്യുന്ന ഈ ജെഫിൻ മൂലംകുഴി പോലുള്ള ബ്രദർ എപ്പോഴെങ്കിലും അച്ഛൻ അന്വേഷിച്ചോ, എടാ ജെഫിനെ, നിനക്ക് ജീവിക്കാനൊക്കെ പറ്റുന്നുണ്ടോടാ? നീ 3-4 ലക്ഷം രൂപ മെറൈൻ എഞ്ചിനീയറിംഗ് ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഇത് വന്നതല്ലേ സഭയ്ക്ക് വേണ്ടി, തമ്പുരാന് വേണ്ടിയിട്ട്. എടാ മോനെ, എനിക്ക് വല്ലതും വേണോ? അച്ഛൻ്റെ ഭാഗത്ത് എന്ത് സഹായം വേണോ? ഒരു പ്രാർത്ഥനയെങ്കിലും അച്ഛൻ ഓഫർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അച്ഛനൊന്ന് സ്വന്തം കാര്യം ചിന്തിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യം അച്ഛന് മനസ്സിലാവും. അച്ഛൻ പറയും 24 മണിക്കൂറും വിശ്വാസി സമൂഹത്തോടൊപ്പം ജീവിച്ച്. ഒരിക്കലും പറയരുത് അച്ഛത്, ഒരിക്കലും പറയരുത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് മീൻ കിട്ടാത്തപ്പോൾ പള്ളിമേടയിൽ അയക്കൂറി ആവൂലിയ. എൻ്റെ ശമ്പളം കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് ഞാൻ രൂപതയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പോയപ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. അവരുടെ ബിഷപ്പ് ഹൗസിൽ കഴിക്കുന്ന അയക്കൂറ മീനിൻ്റെയും ആവൂലി മീനിൻ്റെയും ആ ഒരു ദിവസത്തെ പൈസ മതി എൻ്റെ ശമ്പളം കൂട്ടിത്തരാൻ. അപ്പോൾ 24 മണിക്കൂറും വിശ്വാസി സമൂഹത്തോടൊപ്പം ജീവിക്കുന്ന വൈദികർ
പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അച്ഛനെ കാണാൻ കിട്ടുന്നുണ്ടോ? പള്ളിമേടയിലേക്കല്ലേ അവരുടനെ പോകുന്നത്? ഉച്ച സമയത്ത് പോയി കാണാൻ കിട്ടുന്നുണ്ടോ? ഉറക്കമല്ലേ? അച്ഛന് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സ് നോക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ജനങ്ങൾ സാക്ഷ്യപ്പെട്ടത് എന്നെ വിശ്വസിക്കേണ്ട. കേരളത്തിലെ കത്തോലിക്കർ തന്നെയാണല്ലോ കമൻറ്റ് ചെയ്യുന്നത്. അവർ പറഞ്ഞു തരും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അവർ പോകുമ്പോൾ ഈ പറയുന്ന വൈദികരുടെ പെരുമാറ്റം എങ്ങനെയാണ്, അച്ഛനിപ്പോൾ ഉറങ്ങുക പിന്നെ വാന്ന് പറയും. അതുകൊണ്ട് 24 മണിക്കൂർ പോയിട്ട് എൻ്റെ പൊന്നച്ഛ ഒരു 30 മിനിറ്റ് പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് കുമ്പസാര കൂട്ടിയിരിക്കാൻ നമ്മുടെ വൈദികന് പറ്റുന്നില്ല. അങ്ങോട്ട് പോയിട്ട് വിളിക്കണം അച്ഛാ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇതൊരു യാഥാർത്ഥ്യമായി കേരളത്തിൽ കാസർഗോഡ് തിരുവനന്തപുരത്തുള്ള യാഥാർത്ഥ്യമാണ്. 100 കണക്കിന് തെളിവുകൾ വേണമെങ്കിൽ ഞാൻ തരാം. അല്ലെങ്കിൽ അച്ഛനെയും കൊണ്ട് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെയെല്ലാം നമുക്ക് രാവിലെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാം. എന്നിട്ട് എനിക്ക് കാണിച്ചതാ എത്ര വൈദികർ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് കുമ്പസാരക്കുള്ളിരിക്കുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് എത്ര വൈദികർ ദൈവജനത്തിനടുക്കൽ സമയം ചെലവഴിക്കുന്നു അവരോട് സംസാരിക്കാൻ. എൻ്റെ വീട്ടിലൊക്കെ വന്ന് ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഒരു വൈദികൻ സംസാരിച്ചിട്ട് ഒരു കാലങ്ങളായി. ഈ കുടുംബ യൂണിറ്റ് പ്രാർത്ഥനയ്ക്കും വെഞ്ചരിപ്പിന് വരുന്ന കാര്യമല്ല ഞാൻ പറയണത്. ഓരോ ദൈവജനത്തിനടുക്കിലേക്ക് പോകണം, 1-to-1 ഇവാഞ്ചലൈസേഷൻ. ഇത് നടക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് അച്ഛാ 24 മണിക്കൂർ അച്ഛൻ പറയണത്? ഇനി കുറച്ചുകൂടെ ഗുരുതരമായ കാര്യം ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ ഇവിടെ പറഞ്ഞു, സന്തോഷങ്ങളിലും ആശങ്കകളിലും രോഗങ്ങളിലും ദൈവവചനം കുദാശകളും പ്രാർത്ഥനയും പകർന്ന്. രോഗങ്ങളിൽ അച്ഛൻ്റെ തന്നെ രൂപതയിൽ ഒരു വൈദികൻ പറഞ്ഞ വാക്ക് ഞാൻ പറയാം. എവിഡൻസ് വേണമെങ്കിൽ ഞാൻ തരാട്ടോ. ഞാനീ പറയുന്നൊന്നും നുണകളല്ല. എല്ലാ മാസങ്ങളിലും വീട്ടിൽ കിടക്കുന്ന രോഗികൾക്ക് പരിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടിയിട്ട് വൈദികർ പോകാറുണ്ട്. അച്ഛൻ്റെ രൂപതയിലെ വൈദികരും പോയിട്ടുണ്ട്. ഒരു വൈദികൻ പറഞ്ഞെന്താണെന്നറിയോ? ഇതുങ്ങൾക്കൊന്ന് ചത്തൂടെ, എപ്പോഴും ഈ പരിശുദ്ധ കുർബാന കൊടുക്കാൻ പോകണല്ലോ, ഇതുങ്ങൾക്കൊന്ന് ചത്തൂടേ എന്ന്. ചിന്തിക്കണം ചോദിച്ചാ, ഒന്ന് ചിന്തിക്കണം. നമ്മൾ എവിടെ എത്തി? നിങ്ങൾ ഈ സാംസ്കാരിക അനുരൂപണവും ഈ സെക്യുലർ ചിന്താഗതിയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എവിടെ എത്തിച്ചു സഭയെ? അതാണ് ഞാൻ ചോദിച്ചത്. വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? ഇനി അടുത്തത് ഈ പോയിന്റിൽ തന്നെ പറഞ്ഞു, ധ്യാനഗുരുക്കന്മാർ തങ്ങളുടെ ഫാൻസ് അസോസിയേഷനുകളെ ഇടവക കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതത്തിൽ നയിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്ന വസ്തുതയും നേർക്കാഴ്ചയുമാണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ അവഹേളനപരമായ വാക്കുകളെ മനസ്സിലാക്കേണ്ടത്. അതായത് അച്ഛന് മറുപടി കൊടുക്കുന്നതെല്ലാം അച്ഛന് അവഹേളന, അച്ഛന് ഉൾക്കൊള്ളാൻ പറ്റാത്തതെല്ലാം സഭാവിരുദ്ധത, അച്ഛൻ്റെ ശൈലിയിൽ പ്രസംഗിക്കാത്തവരെല്ലാം സഭാവിരുദ്ധർ. അതുകൊണ്ടാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് അവഹേളനപരമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ എത്രയോ എൻ്റെ ഇടയ്ക്കിൽ കുറച്ച് പേര് മെസ്സേജ് പറഞ്ഞു, ആശയ്ക്ക് ഇത്ര ശാന്തതയിൽ ദൈവത്തെ സംസാരിക്കരുത്, കുറച്ച് സ്ട്രോങ് ആയിട്ട് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഏത് ട്യൂണിലാണ് ഇത് കേൾക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അച്ഛൻ പറഞ്ഞിരിക്കുകയാണ്, ധ്യാനഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ ധ്യാനഗുരുക്കന്മാർക്ക് അവരുടെ ഫാൻസ് അസോസിയേഷനുകളെ ഇപ്പോഴും വൈദികൻ്റെ മെൻറ്റാലിറ്റി കണ്ടില്ലേ? അതായത് ഇദ്ദേഹം മുകളിൽ പറഞ്ഞ ധ്യാനഗുരുക്കന്മാർ സഭയ്ക്ക് ചെയ്യുന്നത് വലിയ കാര്യമാണ്, അവരുടെ ശുശ്രൂഷ തുടരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ധ്യാനഗുരുക്കന്മാരുടെ അടുക്കൽ പോയി വിശ്വാസത്തിൽ വളരുന്ന ആൾക്കാരെ അച്ഛൻ വീണ്ടും അവഹേളിക്കുന്നത് ഫാൻസ് അസോസിയേഷനുകൾ എന്ന് വിളിച്ചിട്ടാണ്. അപ്പം കണ്ടില്ല, ഉള്ളിലിരിക്കുന്നതൊന്നാണ് പുറത്തു വരുന്നത് മറ്റൊന്നാണ്. അതായത് പുറമെ കാരണം ധ്യാനഗുരുക്കന്മാരെല്ലാം സഭ അംഗീകരിച്ചവരാണ്, അവരെ എതിർക്കാൻ പറ്റത്തില്ല. പക്ഷേ ശരിക്കുള്ള കാര്യം പുറത്തു വന്നു. ധ്യാനഗുരുക്കന്മാരെ ഫോളോ ചെയ്യുന്നവരെ ഫാൻസ് അസോസിയേഷനുകൾ എന്നാണ് ഈ അച്ഛൻ വിളിച്ച് അവഹേളിക്കുന്നത്. അങ്ങനെയെങ്കിൽ സഭ വ്യക്തമാക്കണം, ധ്യാനകേന്ദ്രങ്ങളിൽ പോകുന്നവരെല്ലാം ധ്യാനഗുരുക്കന്മാരുടെ അടിമകളും ഫാൻസുകാരാണോ എന്നുള്ളത്. ജോഷി അച്ഛൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എല്ലാം ജോഷി അച്ഛൻ്റെ ഫാൻസുകളും അടിമകളാണെന്നുള്ളത് ജോഷി അച്ഛനെ വ്യക്തമാക്കണം. ഞങ്ങൾ ധ്യാനഗുരുക്കന്മാരെയല്ല അവർ പറയുന്ന കാര്യങ്ങളെയാണ് ഞങ്ങൾ വിലമതിക്കുന്നത്. നാളെ ഒരു ധ്യാനഗുരുവിനെ സഭ പുറത്താക്കിയാൽ കഴിഞ്ഞു അദ്ദേഹത്തിന് ക്രെഡിബിലിറ്റി. അപ്പം നമ്മൾ അവരുടെ കൂടെ പോകുമോ? ഇല്ല. നമ്മൾ അവർ പറയുന്ന കാര്യത്തെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് അച്ഛൻ മനസ്സിലാക്കണം. അപ്പം അച്ഛൻ പറയുന്നത് ധ്യാനഗുരുക്കന്മാർക്ക് ഇടവക കേന്ദ്രീകൃതമായിട്ട് വിശ്വാസികളെ നയിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പം ഇടവകയിൽ നിന്ന് ധ്യാനകേന്ദ്രത്തിലോട്ട് ആൾക്കാർ പോകുന്നത് ഇടവക വികാരി അച്ഛന്മാരുടെ പരാജയമല്ലേ? അച്ഛൻ പറയുന്നത് ധ്യാനഗുരുക്കന്മാരുടെ വലിയ വീഴ്ചയാണ്
പരാജയം എന്ന വാക്ക് അച്ഛൻ ഉപയോഗിച്ചിരിക്കുന്നത്. ധ്യാനഗുരുക്കന്മാരുടെ പരാജയമാണ് ധ്യാനകേന്ദ്രങ്ങൾ പോകുന്നവരെ ഇടവകയിലേക്ക് നയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ധ്യാനഗുരുക്കന്മാരുടെ പരാജയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇടവകയിലുള്ള വിശ്വാസികളെ ഇടവകയിൽ പിടിച്ചു നിർത്താതെ അവരെ ധ്യാനകേന്ദ്രങ്ങളിലോട്ട് എത്തിക്കുന്ന സിറ്റുവേഷനുകളിൽ എത്തിക്കുന്ന വൈദികരും പരാജയപ്പെട്ടവരല്ലേ? അതിനെപ്പറ്റി എന്താ അച്ഛൻ സംസാരിക്കാത്തത്? ഇത്രയും ജനലക്ഷങ്ങൾ അവരുടെ ദേവാലയത്തിൽ ആശ്വാസം കണ്ടെത്താതെ വരുമ്പോഴല്ലേ ധ്യാനകേന്ദ്രങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നത്. ഇന്ന് 110-ലധികം ധ്യാനകേന്ദ്രങ്ങളുണ്ട്, ഓരോ വർഷം കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഈ ദൈവജനത്തിന് ഇവിടെ ആശ്വാസം കിട്ടാത്തത് കൊണ്ടല്ലേ ജോഷി മയ്യച്ചലച്ചാ ഇവർ ധ്യാനകേന്ദ്രങ്ങളിലോട്ട് പോകുന്നത്. അപ്പോൾ അത് ഇടവക വികാരിമാരുടെ പരാജയമല്ലേ? ഇനി അച്ഛൻ പറഞ്ഞത് ഫാക്ച്വലാണോ നമുക്ക് നോക്കാം. അച്ഛൻ പറഞ്ഞത് ധ്യാനഗുരുക്കന്മാർക്ക് ഇടവക കേന്ദ്രീകൃതമായിട്ട് നടത്താൻ പറ്റുന്നില്ല. എൻ്റെ അറിവിൽ ഒരു ധ്യാനകേന്ദ്രവും, അറ്റ്ലീസ്റ്റ് എനിക്കറിയുന്ന ആൾക്കാരെങ്കിലും അവരുടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പും ഇടവകയിൽ നടത്താറില്ല. പകരം ധ്യാനകേന്ദ്രങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം, അവരെപ്പോഴും പറയുന്നത് ഇടവകയോട് ചേർന്ന്, വികാരച്ചനോട് ചേർന്ന്. ഞാൻ പോയ ധ്യാനത്തിനൊക്കെ പറഞ്ഞത് ധ്യാനത്തിന് പോകുമ്പോൾ വികാരച്ചനടുത്ത് പറഞ്ഞിട്ട് വേണം വരാൻ. ധ്യാനം കഴിഞ്ഞ് വന്ന അച്ഛനോട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം, അച്ഛാ തിരിച്ചെത്തി എന്നുള്ളത്. അങ്ങനെ സഭയുടെ മൊത്തം നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പോയി തീ പിടിച്ച മനുഷ്യരാണ്, നവീകരിക്കപ്പെട്ട മനുഷ്യരാണ് ഇടവകയിൽ വന്നിട്ട് നവീകരണ അനുഭവത്തിലോട്ട് മറ്റുള്ളവരെ കൊണ്ടുവരുന്നത്. പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങിയിട്ടും കരിസ്മാറ്റിക് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയിട്ട് അതൊക്കെ ഇടവകയുടെ പേരിലാണ്. പിന്നെ എങ്ങനെ അച്ഛന് പറയാൻ സാധിക്കുന്നു ഇടവകയോട് ചേർന്ന് നിർത്താൻ ധ്യാനഗുരുക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത്? അവരുള്ളത് കൊണ്ട് മാത്രം ഇന്ന് ഇടവക റൺ ചെയ്തു പോണത്. ഇന്നൊരച്ഛൻ മക്കളെ നാളെ ആരാധന ഉണ്ടെന്ന് പറയുമ്പോൾ ആരാധന ലീഡ് ചെയ്യാൻ വരുന്ന ചേട്ടൻ എവിടെ നിന്നാണ് വരുന്നത്? എവിടെയോ പണ്ട് കാലത്ത് ഡിവാനിലോ ഈ പറഞ്ഞ പോലെ അണക്കേരയിലോ എവിടെ ധ്യാനം കൂടി തീ പിടിച്ച മനുഷ്യനാണ്. അല്ലാതെ ഇടവകയിൽ അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ട് കോരി തിരിച്ചിട്ട് മാനസാന്തപ്പെട്ട ആരുമില്ല. പണ്ടുണ്ടായിരുന്നു വിശുദ്ധർ, ഇന്ന് ആ വിശുദ്ധരുടെ സ്ഥാനത്താണ് ധ്യാനഗുരുക്കന്മാരുള്ളത്. നമ്മുടെ ഇടവകയിൽ വികാരച്ചനുണ്ട്, കുർബാനയുണ്ട്, കുമ്പസാരമുണ്ട്, ആരാധനയുണ്ട്. ഇതന്നെയല്ല ധ്യാനകേന്ദ്രങ്ങളിലുള്ളത്. എന്നിട്ട് എന്താ നമ്മുടെ ഇവിടെ അത്ഭുതം നടക്കാത്തത്? കുർബാന അർപ്പിക്കുമ്പോൾ തളർവാദ രോഗി എഴുന്നേറ്റ് പോകാത്തത് എന്താ? ധ്യാനകേന്ദ്രങ്ങൾ നടക്കുന്നത് എന്താ? ഒറ്റ കാരണമേ ഉള്ളൂ, അവിടെ എല്ലാം വെള്ളം ചേർത്തിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ വെള്ളം ചേർക്കാതെ സത്യസുവിശേഷം പറയുന്നിടത്ത് ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അതിൽ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യം ചോദിച്ചാൽ? ഓക്കെ, അപ്പോൾ അച്ഛൻ ധ്യാനഗുരുക്കന്മാർക്ക് ഇടവകയിലോട്ട് ആൾക്കാരെ നയിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ നേരെ മറിച്ചൊന്ന് ചിന്തിക്കണം. ഇടവകയിലുള്ളവരെ എന്തുകൊണ്ട് വികാരച്ചന്മാർക്ക് ഇടവകയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല? അവരെന്തുകൊണ്ട് ധ്യാനകേന്ദ്രങ്ങളിലോട്ട് പോകുന്നു? അപ്പോൾ അതും കൂടെ അച്ഛൻ ഒന്ന് ചിന്തിക്കണം. ഇനിയാണ് നമ്മുടെ സിനിമയുടെ വളരെ ഗുരുതരമായ കാര്യങ്ങൾ ഇനിയാണ് വരുന്നത്. എല്ലാം തികഞ്ഞ സഭയോ, ഇതാണ് ഹെഡിങ്. ക്രിസ്തുവിലാണ് വെളിപാടിൻ്റെ പൂർണ്ണത. പക്ഷേ സഭ ഇന്നും ഈ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന പ്രക്രിയയിലാണ്. ഈ തിരിച്ചറിവിൽ നമ്മുടെ താൻ പൊരിമയും അഹങ്കാരവും അപരവിദ്വേഷവും അലിഞ്ഞില്ലാതാകും. മറ്റുള്ളവരോട് ആദരവും എളിമയും പുലർത്താൻ കഴിയും. ഈ വരികൾ നമ്മളൊന്ന് വ്യക്തമായിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കണം. ഈ തിരിച്ചറിവിൽ നമ്മുടെ താൻ പൊരിമയും അഹങ്കാരവും അപരവിദ്വേഷവും അലിഞ്ഞില്ലാതാകും. മറ്റുള്ളവരോട് ആദരവും എളിമയും പുലർത്താൻ കഴിയും. എൻ്റെ ജോഷിമായി ചലിച്ച ഈ ബോധ്യം ഉണ്ടായിരുന്ന അച്ഛൻ എന്തിനായിരുന്നു പരസ്യമായിട്ട് സീവർക്കൻ അച്ഛനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും ജനമധ്യത്തിൽ വിഴപ്പലക്കിയത് എന്തിനായിരുന്നു? ഈ എളിമയും കരുണയും ഈ പറഞ്ഞതുപോലെ താൻ പൊരിമയും അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് എളിമയോടുകൂടി സീവർക്കൻ അച്ഛൻ അട്ടപ്പാടിയിൽ പോയിട്ട് സംസാരിച്ച് തീരാവുന്ന വിഷയമേ ഉള്ളൂ. പൊതുസമൂഹത്തിൽ വിഴപ്പലക്കിയത് എന്തിനായിരുന്നു? പോട്ടെ, ഈ പോസ്റ്റ് തന്നെ ശ്രദ്ധിക്കുക. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ധ്യാനഗുരുക്കന്മാരെയും ഉദ്ദേശിച്ചല്ല, ചില ധ്യാനഗുരുക്കന്മാർ, അത് വെറും 2 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഈ 2 പേരെ ഒന്ന് ഫോൺ വിളിച്ചാൽ, അച്ഛന് കിട്ടാത്ത നമ്പേഴ്സ് ഇല്ലല്ലോ, ഒന്ന് ഫോൺ വിളിച്ചാൽ തീരാത്ത പ്രശ്നമല്ലേ ഉള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വീഡിയോ ചെയ്യേണ്ട ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കേണ്ട എന്ത് കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോൾ അച്ഛൻ ഈ പറയുന്ന കാര്യം മറ്റുള്ളവരോട് ആദരവും എളിമയും പുലർത്താൻ നമുക്ക് കഴിയണമെന്ന് പറയുമ്പോൾ അച്ഛൻ വ്യക്തിപരമായിട്ട് പ്രിയപ്പെട്ട ജോഷിമായ അച്ഛൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുക. അച്ഛനൊന്ന് നോക്കിയാൽ മതി. അച്ഛൻ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ പോസിറ്റീവായിട്ടെടുത്ത് വീഡിയോ ചെയ്തിട്ടുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ അടിയിൽ തന്നെ നോക്കിയാൽ മതി എത്ര പേര് അച്ഛനെ അനുകൂലിക്കുന്നുണ്ടെന്നുള്ളത്. അത് അച്ഛനെ എന്നല്ല, ഈ സമാന ചിന്താഗതിയുള്ള ദൈവജനത്തെ വിജാതീയതയിലോട്ട് നയിക്കുന്ന സെക്യുലറിസത്തിൻ്റെ വക്താക്കളായിട്ട് മാറിയിട്ടുള്ള ആൾക്കാരൊക്കെതിരെ ജനങ്ങൾ ഈ രീതിയിലാണ് പ്രതികരിക്കുന്നത്. കാരണം ജനങ്ങൾ വചനം പഠിച്ച് വരികയാണ്.
വചനം പഠിച്ചു വരുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് ഇതിലെ നന്മ ഏത് പതിരേത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ടൊരു വൈദികൻ പറഞ്ഞു കേട്ടാൽ അവർ വീട്ടിൽ പോകും. പക്ഷെ ഇന്ന് ഒരു ഹോമിലിയൊരു വൈദികൻ പറഞ്ഞാൽ അവർക്കറിയാം ഇതല്ല ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം, ഇങ്ങനെയല്ല. അവർ റെഫർ ചെയ്യും. പാശ്ചാത്യ നാടുകളിലുള്ള ആയി വരുന്നുണ്ട്. ജനങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട്, പ്രബുദ്ധരായി വരുന്നുണ്ട്. അവിടെയാണ് എന്നെപ്പോലുള്ള ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്. എന്നാൽ അച്ഛൻ പറയാണ് മറ്റുള്ളവരോട് ആ എളിമയും പുലർത്താൻ കഴിയും എന്ന് പറയാണ്. അത് അച്ഛൻ ആക്ച്വലി പറഞ്ഞു വരുന്നത് നമുക്ക് ഈ താൻപര്യവും അഹങ്കാരവും മറ്റുള്ളവരോട് ആദരവ് എളിമയും പുലർത്താൻ കഴിയുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു വരുന്നത് മറ്റു മതങ്ങളോട് അവരുടെ വിശ്വാസങ്ങളോട് നമ്മളിങ്ങനെ കാണിക്കണമെന്ന് പറയാനാണ്. അതുകൊണ്ടാണ് അച്ഛൻ സെമിക്കോളൻ ഇട്ടിട്ട് അടുത്ത വരി പറയുന്നത് അപൂർണമായവയെ പൈശാചികമെന്ന് വിളിക്കാൻ നാം മുതിരില്ല. എപ്പോഴും നമുക്ക് ഈ അഹങ്കാരവും എളിമയും ഇതൊക്കെ ഉണ്ടെങ്കിൽ അപൂർണമായവയെ നമ്മളൊരിക്കലും പൈശാചികമെന്ന് വിളിക്കാൻ മുതിരില്ല. ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ നഷ്ടപ്പെടുത്തില്ല. സ്നേഹത്തിൻ്റെ ഈ നിലപാടുകളിലൂടെയാണ് ക്രിസ്തുവിനെയും അവിടുത്തെ രക്ഷയെയും മൂല്യങ്ങളെയും ഭാവാത്മകമായി പങ്കുവെക്കാൻ വഴി തെളിയുന്നത്. മറ്റു മതങ്ങളെയോ അവയുടെ വിശ്വാസ സംഹിതകളെയോ പൈശാചികമെന്ന് കരുതുന്നത് സഭാത്മകമായ നിലപാടല്ല. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. മറ്റു മതങ്ങളെയോ അവയുടെ വിശ്വാസ സംഹിതകളെയോ പൈശാചികമെന്ന് കരുതുന്നത് സഭാത്മകമായ നിലപാടല്ല. അപൂർണമായവയെ പൈശാചികം എന്നല്ല വിളിക്കേണ്ടത്. അപ്പോൾ ഇവിടെ അച്ഛൻ പറഞ്ഞതിൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരല്പം സ്നേഹവും എളിമയും മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരിക്കലും മറ്റുള്ള മതസ്ഥരെ നമ്മൾ പുച്ഛിക്കത്തില്ല, നമ്മൾ പരിഹസിക്കത്തില്ല. കാരണം അവർ അപൂർണമായതാണ് അവരിലുള്ളത്. അപ്പോൾ അപൂർണമായവയെ ഒരിക്കലും നമ്മൾ പൈശാചികമെന്ന് വിളിക്കരുത്. അപ്പം ഇത്രയേ ഉള്ളൂ. മറ്റ് മതങ്ങളെ പൈശാചികമെന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നമ്മൾ പൈശാചികമെന്ന് വിളിക്കരുത്. അത് സഭയുടെ നിലപാടല്ല എന്നാണ്. ലെറ്റ് മീ റിമൈൻഡ് യു സംതിങ് ഫാദർ ജോഷി മയ്യാറ്റിൽ. നമുക്കറിയാം മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങൾ. അപ്പോൾ 1928 മോർത്താലിയം അനിമോസ് എന്ന ചാക്രിക ലേഖനത്തിൽ നമ്മുടെ പയസ് 11 മാർപ്പാപ്പ പറഞ്ഞ കാര്യം ഒന്ന് വായിക്കാം. കാരണം പാപ്പയുടെ കോട്സാണ്. കാരണം ഈ വിഷയത്തിൽ എല്ലാ മതങ്ങളിലും എന്തെങ്കിലുമൊക്കെ സത്യത്തിൻ്റെ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ അവയെല്ലാം ഏറെക്കുറെ നല്ലതും പ്രശംസനീയവുമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ തങ്ങളുടെ ഉദ്യമത്തിൽ അനായാസം പങ്കാളികളാക്കാൻ കഴിയുമെന്ന് അവരിൽ ചിലർ കരുതുന്നു. കണ്ടോ, അച്ഛൻ പറയാണ് ചിലർ കരുതുന്നു മറ്റു മതങ്ങൾക്ക് നന്മയായിട്ടുള്ളതുണ്ട്, എന്നിട്ട് അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവരതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നു. മതങ്ങളെല്ലാം ഒരുപോലെയാണെന്നും ഇതിൽ ഏതെങ്കിലും ഒന്നോ മറ്റൊന്നോ സ്വീകരിക്കുന്നത് മനുഷ്യരുടെ രക്ഷയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ലെന്നും അവർ കരുതുന്നു. എന്നാൽ ഇത് തെറ്റാണ്, കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഇപ്പം അച്ഛനിപ്പം പറഞ്ഞില്ലേ മറ്റു മതങ്ങളെ പൈശാചികമെന്ന് വിളിക്കുന്നത് സഭാപ്രബോധനത്തിന് വിരുദ്ധമാണ്. ഇവിടെ പയസ് പാപ്പ അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ് മറ്റ് മതങ്ങളിലും രക്ഷയുണ്ട്, അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സത്യത്തിൻ്റെ ഘടകങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തോലിക്കരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഇതൊക്കെ മിക്സ് ചെയ്യുന്നതൊക്കെ എന്താണ്, ഇത് സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമാണെന്നാണ് പാപ്പ പറയുന്നത്. ഇനി 2007 മാർച്ച് 21 ബെനഡിക്ട് 16 പാപ്പ ഇപ്രകാരം പറഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനികൾ വിജാതീയ മതവുമായുള്ള എല്ലാവിധ ഒത്തുതീർപ്പുകളെയും വിഗ്രഹാരാധനയായി കണക്കാക്കിക്കൊണ്ട് തള്ളിക്കളഞ്ഞു. ഇത് വിശുദ്ധ ജസ്റ്റിൻ്റെ രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ്റെ തിരുനാളിന് അന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്ന ഭാഗത്താണ് മാർപ്പാപ്പ പറയുന്നത്. അങ്ങനെ പണ്ടുകാലത്ത് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു, വിജാതീയ മതവുമായുള്ള എല്ലാവിധ ഒത്തുതീർപ്പുകളും വിഗ്രഹാരാധനയായി കണക്കാക്കിക്കൊണ്ട് തള്ളിക്കളഞ്ഞു. എല്ലാവിധ ഒത്തുതീർപ്പുകളും, ഓൾ കൈൻഡ്സ് ഓഫ്, ഒരു കോംപ്രമൈസും ഇല്ല. അതെല്ലാം അവരെന്ത് കരുതി, അന്നത്തെ ക്രിസ്ത്യാനികൾ അതെല്ലാം വിഗ്രഹാരാധനയാണെന്ന് കരുതിയിട്ടാണ് ഇവരൊക്കെ രക്തസാക്ഷികളായെന്ന് ബെനഡിക്ട് 16 പാപ്പ പറയുന്നു. അതുപോലെ 1846 ക്വി പ്ലൂരിബൂസ് എന്നു പേരുള്ള ചാക്രിക ലേഖനത്തിൽ പിയൂസ് 9 മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: ഒരാൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നതിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന ഞെട്ടിപ്പിക്കുന്ന വാദവും തികച്ചും വിപരീതമാണ്. ഈ വാദം യുക്തിക്ക് പോലും നിരക്കാത്തതാണ്. തന്ത്രശാലികളായ ഈ മനുഷ്യർ ഈ സിദ്ധാന്തത്തിലൂടെ പുണ്യവും പാപവും, സത്യവും തെറ്റും, മാന്യവും നീചവുമായ
പ്രവൃത്തികളും തമ്മിലുള്ള എല്ലാ വ്യത്യാസങ്ങളും ഇല്ലാതാക്കുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സംസ്കാരത്തെ കത്തോലിക്ക സഭയായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ, ഇവിടെ മാർപ്പാപ്പ പറഞ്ഞതുപോലെ തന്ത്രശാലികളായ ഈ മനുഷ്യർ ഈ സിദ്ധാന്തത്തിലൂടെ, ഇവരുടെ ഈ സോ കോൾ തിയറി ഉണ്ടല്ലോ, നന്മയായിട്ടുള്ളത് സ്വീകരിക്കാം, സംസ്കാരമല്ലേ, ആചാരമല്ലല്ലോ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പുണ്യവും പാപവും, സത്യവും തെറ്റും, മാന്യവും നീചവുമായ പ്രവൃത്തികളെ തമ്മിലുള്ള എല്ലാ വ്യത്യാസങ്ങളും ഇല്ലാതാക്കുന്നു. ദൈവം വളരെ ഒരു ഈ സെപ്പറേഷൻ അവിടെ നൽകിയിട്ടുണ്ട്. അതാണ് ദൈവജനത്തിനെന്ന് പറയുന്നത്. യു ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ദിസ് പീപ്പിൾ. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അവിടെ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് വേണം. കാരണം അബ്രഹാമിൻ്റെ അപ്പൻ അവിടെ വിഗ്രഹാരാധകനായിരുന്നു. അപ്പോൾ വേർപാട്, വിശുദ്ധി, ഇത് രണ്ടും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം. മാർപ്പാപ്പ പറയും, നിങ്ങളിത് മിക്സ് ചെയ്യുമ്പോൾ ഈ സെപ്പറേഷൻ ഇല്ലാതാവുന്നു. വെളിച്ചവും ഇരുട്ടും തമ്മിലോ ക്രിസ്തുവും ബലിയാലും തമ്മിലോ എന്തെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടോ യോജിപ്പോ സാധ്യമാണ് എന്ന മട്ടിൽ ഏത് മതം ആചരിച്ചാലും മനുഷ്യർക്ക് നിത്യരക്ഷ പ്രാപിക്കാമെന്ന് അവർ നടിക്കുന്നു. വളരെ സ്ട്രോങ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. ചാക്രികലേഖനാണ് അടുത്തത്. 1854 ഹ്യൂമാനം ജെനുസ് എന്ന ചാക്രികലേഖനത്തിൽ ലിയോ 13 പാപ്പ ഇപ്രകാരം പറയുന്നു: ദൈവം തന്നെ സ്ഥാപിച്ചതും തൻ്റെ സംരക്ഷണത്താൽ ശാശ്വതമായി നിലനിർത്തുന്നതുമായ സഭയെയും മതത്തെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും 18 നൂറ്റാണ്ടുകൾക്ക് ശേഷം, അതായത് ലിയോ പാപ്പ ഇത് പറയുന്നത് 1800-കളിലാണ്, 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മാർപ്പാപ്പയാണ് ലിയോ 13 പാപ്പ. അപ്പം ലിയോ പാപ്പ പറയാണ് 18 നൂറ്റാണ്ടുകൾക്ക് ശേഷം, അതായത് ഇതുവരെയായിട്ട് അവർക്കൊന്നും പറഞ്ഞില്ല, 18 നൂറ്റാണ്ടുകൾക്ക് ശേഷം വിജാതീയരുടെ ആചാരങ്ങളും രീതികളും വീണ്ടും തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അങ്ങേയറ്റത്തെ ഭോഷത്വവും ധാർഷ്ട്യവും നിറഞ്ഞ അധർമ്മവുമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് നോക്കിക്കേ, പാപ്പ എന്താ പറയാൻ, ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കണം. നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങളുടെ അച്ഛന്മാർക്ക് ഈ വീഡിയോ. ദൈവം തന്നെ സ്ഥാപിച്ചതും തൻ്റെ സംരക്ഷണത്താൽ ശാശ്വതമായി നിലനിർത്തുന്നതുമായ സഭയെയും മതത്തെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും 18 നൂറ്റാണ്ടുകൾക്ക് ശേഷം വിജാതീയരുടെ ആചാരങ്ങളും രീതികളും വീണ്ടും തിരികെ സഭക്കുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും അങ്ങേയറ്റത്തെ ഭോഷത്വവും മണ്ടത്തരവും ധാർഷ്ട്യം നിറഞ്ഞ അധർമ്മവുമാണെന്നാണ് 1884 ഹ്യൂമാനം ജീനൂസ് എന്നു പേരുള്ള ചാക്രികലേഖനത്തിൽ എൻസൈക്ലിക്കലിൽ ലിയോ 13 മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. ഇനി അച്ഛൻ പറഞ്ഞു അപൂർണമായതെല്ലാം പൈശാചികമാണെന്ന് അർത്ഥമില്ല എന്നുള്ളത്. കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, വിജാതിയർ ആരാധിക്കുന്നത് പിശാചിനെയാണ്. ഇനി പോട്ടെ, നിങ്ങളതിനെ വേറെ വ്യാഖ്യാനം നൽകും, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് വരാം. ഡോക്ടർ ഓഫ് ദ ചർച്ച്, സാധാ ഡോക്ടറല്ല കേട്ടോ, നമ്മുടെ POCയുടെ മുമ്പിൽ കാണുന്ന ഡോക്ടർ അതല്ല. ഇത് ഡോക്ടർ ഓഫ് ദ ചർച്ച്, വേദപാരംഗതനായ വിശുദ്ധ അഗസ്റ്റിൻ. അദ്ദേഹം പറയാണ്, അദ്ദേഹം ദ സിറ്റി ഓഫ് ഗോഡ് ദൈവനഗരം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു: വിഗ്രഹങ്ങൾ എന്നാൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ വിവരിച്ചിരിക്കുന്നതല്ലാതെ വേറെന്താണ്? അതായത് വിഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് തിരുവചനത്തിൽ പറയുന്നുണ്ട്. അതല്ലാതെ വേറെന്താണ് വിഗ്രഹങ്ങൾ എന്നാൽ? അവയ്ക്ക് കണ്ണുകളുണ്ട്, എന്നാൽ അവ കാണുന്നില്ല. വിദഗ്ധമായി നിർമ്മിക്കപ്പെട്ടവയാണെങ്കിലും അവ ജീവനും ഇന്ദ്രിയബോധമില്ലാത്തവയാണ്. എന്നാൽ ഈ ദുരാചാരത്തിലൂടെ അതേ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അശുദ്ധാത്മാക്കൾ വിഗ്രഹാരാധകരെ തങ്ങളുമായി കൂട്ടായ്മയിലേക്ക് തരം താഴ്ത്തിക്കൊണ്ട് അവരുടെ ആത്മാക്കളെ ദയനീയമായി അടിമകളാക്കിയിരിക്കുന്നു. സോ ഇവിടെ പറയാണ്, വിജാതരുണ്ടാക്കുന്ന വിഗ്രഹങ്ങളിൽ നത്തിങ് ബട്ട് ദി ഈവിൾ സ്പിരിറ്റ്. വീണ്ടും അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു: പഴയതും പുതിയതുമായ നിയമങ്ങളിലെ ക്രിസ്തീയ തിരുവെഴുത്തുകൾ അറിയാവുന്നവർ വിജാതയുടെ അനാചാരങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അവർ ക്ഷേത്രങ്ങൾ പണിയുന്നു, പുരോഹിതന്മാരെ നിയമിക്കുന്നു, ബലികൾ അർപ്പിക്കുന്നു എന്ന കേവലമായ കാരണത്താലല്ല. ഇതുകൊണ്ടല്ല എതിർക്കുന്നത്. പണ്ടത്തെ ക്രിസ്ത്യാനികൾ വിജാതീയരെ അന്ന് എതിർത്തിരുന്നത് അവർ ആലയങ്ങൾ പണിയുന്നതുകൊണ്ടോ അവരവരുടെ പുരോഹിതരെ നിയമിക്കുന്നതുകൊണ്ടോ ബലികൾ അർപ്പിക്കുന്നത് കൊണ്ടല്ല. അതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഇവയെല്ലാം വിഗ്രഹങ്ങൾക്കും ദുഷ്ടാരൂപികൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ്, ആ അറിവുള്ളത് കൊണ്ടാണ്. ഇനി നാളെ അച്ഛൻ വിശുദ്ധ അഗസ്റ്റിനെതിരെ പോസ്റ്റ് ഇറക്കുമോ? ധ്യാനഗുരുക്കന്മാർ പറഞ്ഞത് ജൽപ്പനങ്ങളാന്ന് പറഞ്ഞത് അഗസ്റ്റിൻ്റെതും ജൽപ്പനങ്ങളാന്ന് പറയുമോ? അറിയത്തില്ല. അടുത്തത് വിശുദ്ധ അഗസ്റ്റിൻ വീണ്ടും പറയുന്നു: സത്യമതം അന്യമത അന്ധവിശ്വാസങ്ങളിൽ അപലപിക്കുന്നത് കേവലം ബലിയർപ്പണത്തെ പറ്റിയല്ല,
മറിച്ച് വ്യാജ ദൈവങ്ങൾക്കും അധർമ്മികളായ ദുഷ്ടാരൂപികൾക്കും ബലികൾ അർപ്പിക്കുന്നതിനെയാണ്. ഇനി അടുത്ത ഡോക്ടർ ഓഫ് ദി ചർച്ച് വിശുദ്ധ ജെറോം. പൊതുവെ പറഞ്ഞാൽ പിശാചിൻ്റേതായതെല്ലാം ദൈവത്തോടുള്ള ശത്രുതയെ പ്രതിഫലിപ്പിക്കുന്നു. പിശാചിൻ്റേതായതെല്ലാം വിഗ്രഹാരാധനയുമാണ്. കാരണം എല്ലാ വിഗ്രഹങ്ങളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇതാണ് അച്ഛൻ പറഞ്ഞതിന് എനിക്ക് തരാനുള്ള മറുപടി. അത് വിശുദ്ധ അഗസ്റ്റീനും വിശുദ്ധ ജെറോമും മാർപ്പാപ്പമാരും അച്ഛന് മറുപടി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അപൂർണമായവയെല്ലാം പൈശാചികം തന്നെയാണ് എന്ന് തന്നെയാണ്, വിജാതീയമായവയെല്ലാം പൈശാചികം തന്നെയാണ് എന്നാണ് വേദപാരംഗതരുടെയും മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങളിലൂടെ അവർ നമ്മളോട് പറയുന്നത്. ഇനിയാണ് അടുത്ത ഗുരുതരമായൊരു കാര്യം. ഹെഡിങ്: ബൈബിളിൻ്റെ സംസ്കാര സമ്പന്നതയും ചിലരുടെ ഭയങ്ങളും. അപൂർണമായവയെ സുവിശേഷത്തിനുള്ള മുന്നൊരുക്കം എന്നാണല്ലോ സഭ വിശേഷിപ്പിക്കുന്നത്. ബഹുദൈവ ആരാധകരായ വിജാതീയരുടെ പുരാണങ്ങളും, ബ്രാക്കറ്റുള്ളത് ഞാൻ പിന്നെ വായിക്കാട്ടോ, ബഹുദൈവ ആരാധകരായ വിജാതീയരുടെ പുരാണങ്ങൾ നോക്കണം. 1 പുരാണങ്ങൾ, നിയമങ്ങൾ, ഉടമ്പടി രീതികൾ പഴയ നിയമത്തിൻ്റെ രൂപീകരണത്തിൽ ഏകദൈവ വിശ്വാസ കേന്ദ്രീകൃതമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം മനസ്സിലാണെന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ പറയണത് നമ്മുടെ ഈ പഴയ നിയമത്തിൽ യൂണീക്കായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളും, അതായത് എന്തൊക്കെയാണ് പുരാണങ്ങളിൽ നിന്ന് നമ്മുടെ ബൈബിളിലെ നിയമങ്ങൾ, ഉടമ്പടി രീതികൾ, ഇതൊക്കെ ബൈബിൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് ജാതികളിൽ നിന്നാണ് എന്നിട്ട് അച്ഛൻ ഇവിടെ പറയുന്നുണ്ട്. വിജാതീയരുടെ പുരാണങ്ങളിൽ നിന്ന് എന്താണ്? ഉദാഹരണം: എനൂമ, ഏലിഷ്, ഗിൽമേഷ് പുരാണം, അത്രാഹിസ്, ഉഗാരിറ്റിക്, ബാൽ വൃത്താന്തം. പിന്നെ നിയമങ്ങൾ ഉദാഹരണം പറയുന്നുണ്ട്. എവിടെ നിന്നെടുത്തു? ഊർ, നമ്മൂ കോഡ്, ഹമുറാബി കോഡ്, ഹിത്യ നിയമങ്ങൾ. ഉടമ്പടി രീതികൾ പറയുന്നുണ്ട്. ഹിത്യരുടെ, നിയോ അസിറിയക്കാരുടെ നിയമങ്ങൾ. ഇതിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ ബൈബിളിലോട്ട് വന്നിരിക്കുന്നതെന്നാണ്. എന്നിട്ട് അച്ഛൻ പറയുന്നു, അങ്ങനെ പഴയ നിയമത്തിൻ്റെ രൂപീകരണത്തിൽ ഏകദൈവ വിശ്വാസ കേന്ദ്രീകൃതമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന പ്രാഥമിക അറിവ് ഉണ്ടെങ്കിൽ തന്നെ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പലരും പുലർത്തുന്ന എതിർപ്പ് അലിഞ്ഞു പോകും. മറിച്ച് തള്ളേണ്ടവയെ തള്ളാനും മതിക്കേണ്ടവയെ മതിക്കാനും കൊള്ളേണ്ടവയെ കൊള്ളാനും തക്ക ഹൃദയവിശാലത ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ അച്ഛൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സീവർക്കാൻ അച്ഛനൊക്കെ ഓണത്തെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എപ്പോഴും എല്ലാ ഗാനകന്മാരും അധികം ഉപയോഗിക്കുന്നത് പഴയ നിയമ ദൈവവചനത്തെയാണ്. അപ്പോൾ ഈ പഴയ നിയമ ദൈവവചനം ഉച്ചരിക്കുന്നതൊന്നും കാര്യമില്ല. കാരണം ഇതൊക്കെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ മറ്റ് ജാതികളിൽ നിന്നാണ് എന്നാണ് അച്ഛൻ പറഞ്ഞു തരുന്നത്. നിയമങ്ങളും ഉടമ്പടി രീതികളും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ദൈവമായ കർത്താവ് മറ്റ് ജാതികളിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് നമ്മളോട് പറയാണ് നിങ്ങളത് അനുകരിക്കരുത്. എന്ത് കോമഡിയാണ്! അച്ഛൻ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് നമ്മുടെ ദൈവമായ കർത്താവ് ചിന്തിക്കുകയാണ്, അയ്യോ എനിക്ക് സ്വന്തമായിട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ. ഓക്കെ, അവിടെ ഹിത്യർ ഇന്ന ഉടമ്പടി രീതിയുണ്ട്, ഓക്കെ ഞാൻ കടമെടുക്കാം. ഇവിടെ ഇന്ന വിഭാഗം ഇന്ന നിയമമുണ്ട്, ഓക്കെ കുറച്ച് നിയമം ഇങ്ങനെ എടുക്കാം, അവിടുന്ന് കുറച്ച് നിയമം എടുക്കാം. എന്നിട്ട് ദൈവം ഇതൊക്കെ എടുത്തിട്ട് 613 കൽപ്പനകളും നിയമങ്ങളും ഉടമ്പടികളുമായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തെ കൊടുത്തിട്ട് പറയാണ്, ഒരു കാര്യം പറഞ്ഞേക്കാം, അവരെ അനുകരിക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ദൈവം പറയുമോ? എൻ്റെ പ്രിയമുള്ളവരെ, ഇപ്പോഴും പല ദൈവശാസ്ത്ര പണ്ഡിതരും വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഈ പഴയ നിയമം മനുഷ്യൻ എഴുതിയതാണ്, അല്ലാതെ ദൈവം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുത്തതല്ലെന്ന്. പാലക്കാടുള്ള ഒരു ദൈവശാസ്ത്ര പണ്ഡിതൻ പറഞ്ഞതാണ്, ഈ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, പുറപ്പാട് 14:14 നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ യുദ്ധത്തിൽ വിജയിക്കുന്നതും യുദ്ധത്തിൽ തോൽക്കുന്നതെല്ലാം, ഇവർ ജയിക്കുന്നതെല്ലാം ദൈവത്തിന് ക്രെഡിറ്റ് കൊടുക്കും ഇസ്രായേൽക്കാർ. കാരണം ദൈവമാണ് അവരെ ജയിപ്പിക്കുന്നത്. ദൈവം സംസാരിക്കുന്നുണ്ട് പ്രവാചകന്മാരിലൂടെ, ഞാൻ ജയിപ്പിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ദൈവശാസ്ത്ര പണ്ഡിതൻ, പാലക്കാടുള്ള ദൈവശാസ്ത്ര പണ്ഡിതൻ പറയുന്നത് ഇപ്രകാരമാണ്, അത് ദൈവമൊന്നുമല്ല അവരെ ജയിപ്പിക്കുന്നത്. അവരൊരു യുദ്ധത്തിന് പോകുന്നു, അവർ ജയിക്കുമ്പോൾ അവർ ദൈവത്തിന് അതങ്ങ് ക്രെഡിറ്റ് കൊടുക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ദൈവം അവരെ വിജയിപ്പിച്ചത് അങ്ങനെയല്ല. ഇതാണ് പറയുന്നത്. ഈ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ഇടവകയെ ഭരിച്ചാൽ അല്ലെങ്കിൽ സഭയുടെ തലപ്പത്ത് വന്നാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. അവർ ദൈവവചനം തന്നെ വിശ്വസിക്കുന്നില്ലെന്നേ. പിന്നെ നമുക്ക് അതിശയമുണ്ട് അവർ ഓണത്തെ അനുകൂലിക്കുകയും വിജാതിയുമാകും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓണവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, ഇത് കംപ്ലീറ്റ്ലി ഇൻഫിൽട്രേഷൻ്റെ കാര്യമാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ സാധാരണ അൽമായർ നമ്മളെന്താ വിശ്വസിക്കുന്നത്? ഇത് ദൈവവചനം തന്നെ. അതുകൊണ്ടാണ് ആ വചനം, ദൈവം ഉച്ചരിച്ച വചനം ഞാൻ എൻ്റെ വീട്ടിൽ ഉച്ചരിക്കുമ്പോൾ ആ
പവർ കൊണ്ട് എൻ്റെ വീട്ടിൽ തടസ്സങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ മാറുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. പക്ഷെ ഇവർ പറയണത് എന്താണ്? ഇതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തതാണ്. ഇതിലെ പല ഉടമ്പടി രീതികളും മറ്റതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തതാണ്. അങ്ങനെ ഒരു ധ്യാനഗുരു മനസ്സിലാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ. എന്ത്? ഈ പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് മറ്റുള്ള മതസ്ഥരെ കുറ്റപ്പെടുത്തുന്നത് അതോടെ തീരുമെന്നാണ് അച്ഛൻ പറയുന്നത്. ഞാൻ ഇവിടെ എന്തെങ്കിലും വളച്ചൊടിച്ചിട്ടുണ്ടോ നിങ്ങളെന്നെ ചിന്തിക്കാം. ഇതല്ലാതെ ഇതിനപ്പുറത്ത് എന്താണ് അച്ഛൻ പറയേണ്ടത്? അച്ഛൻ പറയുകയാണ്, അങ്ങനെ അവിടെ ഇവിടത്തൊക്കെ എടുത്തത് പഴയ നിയമത്തിൻ്റെ രൂപീകരണത്തിൽ ഏകദൈവ വിശ്വാസ കേന്ദ്രീകൃതമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന പ്രാഥമിക അറിവുണ്ടെങ്കിൽ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പലരും പുലർത്തുന്ന എതിർപ്പ് അലിഞ്ഞു പോകുന്നു. അതായത് സീവർക്കൻ അച്ഛൻ അറിയണം, അച്ഛൻ പഴയ നിയമം വെച്ചിട്ട് പറയുന്നുണ്ടല്ലോ, ആ നാട്ടിലെ ഇത് അനുകരിക്കരുത്, ഇന്നത് അനുകരിക്കരുത്. ഇപ്പോൾ ജോഷിച്ചൻ പറയണത് അങ്ങനെ സീവർക്കൻ അച്ഛൻ ഇനി പറയത്തില്ല. എപ്പോഴാ? അച്ഛൻ അറിയണം എന്ത്? അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവവചനത്തിലുള്ളതും മറ്റ് ജാതികളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് റൈറ്റ് ഉണ്ട് നമുക്ക് പറയാൻ എന്നുള്ളതാണ് അച്ഛൻ ചോദിക്കുന്നത്. അതൊക്കെ അലിഞ്ഞു പോകുന്നു, നമ്മളങ്ങനെ പറയത്തില്ല പിന്നീട്. കാരണം നമ്മുടെ ഏകദൈവ വിശ്വാസം തന്നെ ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് കടമെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയത്തില്ലല്ലോ. പത്തറ്റിക് പ്രോ മാക്സ്. എന്നിട്ട് തുടരുകയാണ് അച്ഛൻ. അരയോപാഗസിലെ അജ്ഞാത ദേവനും കൊറിന്തോസിലെ ചന്തയിൽ വിൽക്കപ്പെടുന്ന മാംസവും ധ്യാന വിഷയമാക്കാത്തതിൻ്റെ കുറവ് ഇന്നത്തെ മൗലികവാദികളിൽ കാണാം. ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ നൽകുന്ന കൽപ്പനകളിൽ നിന്ന് ഇട്ടം വലം നിങ്ങൾ വ്യതിചലിക്കരുത്. ഇട്ടം വലം വ്യതിചലിച്ച സമയത്തെല്ലാം ഇസ്രായേൽ ജനം തകർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നാം കൽപ്പന ലംഘിച്ചപ്പോഴാണ് ഇവരെ കീഴടക്കാൻ പറ്റിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ കറിക്ക് ഉപ്പിടുന്നത് പോലെ ഉള്ള ശതമാനം മാത്രമായിട്ട് മാറിയതിന് കാരണം ഈ കൽപ്പന ലംഘിച്ചതുകൊണ്ടാണ്. ഒരു കുടുംബവും അങ്ങനെ തന്നെയാണ്. ദൈവകൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കുടുംബത്തിലോട്ട് ശാപങ്ങൾ വരും. അത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ ഇട്ടം വലം വ്യതിചലിക്കാതെ ഫോളോ ചെയ്യുന്ന ഫണ്ടമെൻ്റലിസ്റ്റുകൾ, മതമൗലികവാദികൾ എന്നാണ് ഇവിടെ അച്ഛൻ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സക്രിയയും എലിസബത്തും മതമൗലികവാദികളായിരുന്നു. കാരണം വചനം പറയുന്നു, അവർ കുറ്റമറ്റ വിധം ദൈവകൽപ്പനകൾ പാലിച്ചിരുന്നു. മൗലികവാദികൾ എന്ന് വിളിക്കോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം നോക്കുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വെക്കാം, യോഹന്നാൻ്റെ സുവിശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈശോ പെസഹ വ്യാഴത്തിൻ്റെ ദിവസം പരിശുദ്ധ കുർബാന അർപ്പിച്ചു, അവൻ പെസഹ ആചരിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളിയാഴ്ച ദിവസം ഈശോയെ പെട്ടെന്ന് മരിക്കണമെന്ന് ഈ പുരോഹിതന്മാർ ആഗ്രഹിച്ചു. കാരണം അവർക്ക് അശുദ്ധമാകാതെ പെസഹ ആചരിക്കണേ. അപ്പോൾ 2 പെസഹ എന്താ? അപ്പോൾ അന്നത്തെ കാലത്ത് യഹൂദരുടെ ഇടയിൽ തന്നെ SNS വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് യഹൂദർ ഓൾറെഡി നല്ല പ്രാർത്ഥിച്ച്, അച്ഛൻ പറയുന്നത് ഫണ്ടമെൻ്റലിസ്റ്റുകളായിരുന്നു. അതിലും തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ്, കഠിനമായ പരിഹാരം, പ്രാർത്ഥന, ഉപവാസം, ലോകത്തിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന SNS ഗ്രൂപ്പ് ഉണ്ട്. ഡാനിയൽ ബൈബിൾ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. SNS വിഭാഗം. ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മുടെ സ്നാപയോഹനാനും എലിസബത്തും സക്രിയയും ഈശോയും മാതാവും എല്ലാവരും ഈ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് SNS. അന്ന് ഈ രീതിയിലുള്ള ദൈവശാസ്ത്ര പണ്ഡിതരും അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അന്ന് ആ പുരോഹിതർ പറഞ്ഞിട്ടുണ്ടാവും, യഹൂദ പുരോഹിതർ, നിങ്ങൾ ഭയങ്കര തീവ്രവാദ എക്സ്ട്രീം ട്രഡീഷണലിസ്റ്റ്, ഫണ്ടമെൻ്റലിസ്റ്റ്, മതമൗലികവാദി, ഫനറ്റിക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അവരെ നോക്കിയിട്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ദൈവവചനം പാലിച്ചു പോകുന്നവരെ അച്ഛന് ഫണ്ടമെൻ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് വിളിച്ചത്, മതമൗലികവാദികളായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ 2 പോയിൻ്റാണ്. ഒന്ന് പറഞ്ഞിരിക്കുന്നത് അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞ് പൗലോസ്ലീഹ ഏഥൻസ് പോയിട്ട് പ്രസംഗിച്ചായിരുന്നു. ഈ കാണുന്ന അജ്ഞാത ദേവനില്ലേ, അവനെപ്പറ്റി ഞാൻ പറയാൻ വരുന്നതെന്ന്. ഡാനിയൽ പറയുന്നുണ്ട്, ആ സുവിശേഷ വൻ പരാജയമായിരുന്നു പൗലോസ്ലീഹ അവിടെ പറഞ്ഞത്. യേശുവിനെ പറ്റിയിട്ട് ഡയറക്റ്റ് പറയാതെ അവരുടെ ആചാരത്തെ ചൂണ്ടി ലിങ്ക് ചെയ്ത് പറഞ്ഞത് പരാജയമായിരുന്നു എന്ന് സുവിശേഷ ലേഖനങ്ങൾ, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ആ സുവിശേഷ വൻ പരാജയമായിരുന്നു എന്ന് പൗലോസ്ലീഹ മനസ്സിലാക്കി. പിന്നീടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായതിനെ കുറിച്ചല്ലാതെ വേറെ ഒന്നിനെയും പറ്റി ഞാൻ സംസാരിക്കത്തില്ല. കാരണം അന്ന് അബദ്ധം മനസ്സിലായി. ഒരു ആവശ്യമില്ലാതെയാണ് അവിടെ പോയിട്ട് പൗലോസ്ലീഹ അന്ന് അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ കവികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അജ്ഞാത ദേവൻ്റെ ആ ദേവനെ പറ്റിയിട്ടാണ്. കാരണം നോ നെയിം, പേരില്ലാത്ത ദേവനാണ്. അപ്പോൾ ആ ദേവനെ പറ്റിയിട്ടാണ് നാം പറയാൻ പോയത്. പക്ഷെ അത് പരാജയമായി. പിന്നീട് പൗലോസ്ലീഹ കാര്യം മനസ്സിലായി. പൗലോസ്ലീഹ പിന്നീട് എന്ത് പറഞ്ഞു, ഐ എം ഗോയിങ് ടു പ്രീച്ച് ഓൺലി അബൌട്ട് ദ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. അപ്പോൾ ഡാനിയൽ പറയുന്നുണ്ട് ഈ ഭാഗം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. മറ്റൊന്ന് പറയണത് എന്താണ്, വിലക്കപ്പെട്ട മാംസം, ചന്തയിൽ നിന്ന് വിൽക്കപ്പെടുന്ന മാംസം. അത് ഞാൻ പറഞ്ഞുതരാം, അവസാന ഭാഗത്തെത്തി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, സ്വന്തം ഊണുമേശയിലെ വിഭവങ്ങൾ പോലും ഏതെല്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ഏതെല്ലാം പ്രാർത്ഥനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും ശേഷമാണ്
എത്തുന്നതെന്ന് അറിഞ്ഞാൽ ഇക്കൂട്ടർ എന്തു ചെയ്യും? ഇപ്പോൾ നമ്മളവിടെ ചോദ്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നാൽ ദൈവത്തിന് കൃതജ്ഞതയും ചൊല്ലി കിട്ടുന്നത് മനച്ചാഞ്ചല്യമില്ലാതെ ഭക്ഷിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ കത്തോലിക്കർ. മറ്റൊരു വാക്കിൽ സ്നേഹത്തിൽ ഭയത്തിനിടമില്ല എന്നറിയാവുന്നവരാണ് കത്തോലിക്കർ. പക്ഷേ ഇവരെല്ലാം ചിന്തിക്കുന്നൊരു കാര്യമാണ്, കത്തോലിക്കരായ നമ്മൾ ഭയം കൊണ്ടാണ് ഇത് ചെയ്യാത്തത്. അങ്ങനെയല്ല അച്ഛാ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന് അവസാന തുള്ളി രക്തവും വെള്ളവും തന്ന തമ്പുരാനെ വേദനിപ്പിക്കരുത് എന്ന് കരുതിയിട്ടാ. കാരണം ഞങ്ങൾക്കൊരു ബോധ്യമുണ്ട്, വി ആർ ചൂസൺ പീപ്പിൾ. ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. വി ആർ ദ പീപ്പിൾ ഓഫ് ഗാഡ്. ഞങ്ങൾ ദൈവജനമാണ്. അപ്പോൾ എൻ്റെ അപ്പനാണ് മോശം, എൻ്റെ അപ്പൻ പറയുന്ന പോലെ കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞങ്ങളൊരു സെപ്പറേറ്റഡ് ലൈഫ് നയിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷെ അച്ഛൻ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഭക്ഷണമേശയിൽ എത്തുന്ന പലതും ഏതൊക്കെ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ഏതെല്ലാം പ്രാർത്ഥനകൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് എത്തുന്നത് അറിഞ്ഞാൽ ഈ കൂട്ടർ എന്തു ചെയ്യും? അതിനാണ് ആ വചനം. ചന്തയിൽ നിന്ന് വാങ്ങിക്കുന്നത് മനച്ചാഞ്ചല്യം കൂടാതെ കഴിക്കാം. കാരണം യു ഡോണ്ട് നോ, നിങ്ങൾക്ക് അറിയത്തില്ല ഇതെന്താണെന്നുള്ളത്. എന്നാൽ നിങ്ങളെപ്പോലുള്ള ദൈവശാസ്ത്രം പറയുന്നത് എന്താണ്? അമ്പലത്തിൽ നിന്നും മറ്റ് വിജാതീയ സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന വിഗ്രഹാർപ്പിത ഭക്ഷണം, അത് വിഗ്രഹാർപ്പിതമെന്ന് അറിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ വിജാതീയ ആലയങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന വിഗ്രഹാർപ്പിത ഭക്ഷണം അത് വിഗ്രഹാർപ്പിതമാണെന്ന് അറിഞ്ഞാൽ പോലും നിങ്ങൾ കഴിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ കഴിക്കാമെന്നാണ് പറയുന്നത്. അത് വെറും ഭക്ഷണമാണെന്ന് വിചാരിച്ച് കഴിക്കാമെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ച് എലി വിഷം വാങ്ങിയിട്ട് ഒരാൾ കൊണ്ടു തന്നാൽ ഇത് തേനാന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുമോ? നമ്മുടെ ചിന്തക്കനുസരിച്ചാണോ ഈ വസ്തു മാറുന്നത്? എൻ്റെ മെൻറ്റാലിറ്റി അനുസരിച്ചാണോ എലിവിഷം തേനായി മാറുന്നത്? ഇതാണ് ഹെറസി ഓഫ് റിലേറ്റിവിസം. അപ്പോൾ ഇവിടെ അച്ഛൻ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ മേശയിൽ എത്തുന്നത് പല സ്ഥലത്തു നിന്നും ഭൂമി പൂജ മറ്റൊക്കെ ചെയ്തിട്ടായിരിക്കും. ശരിയാണ്, നമുക്കറിയത്തില്ല. എൻ്റെ വീട്ടിൽ വാങ്ങിക്കുന്ന അരി എനിക്കെങ്ങനെ അറിയാം? പക്ഷെ അതിനാണ് ഡാനച്ചനെ പോലെ ദാനഗുരുക്കന്മാർ ഇതേ കാര്യം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നു കുരിശ് വരച്ച് ആർഷിക വരച്ച് കഴിക്കുക. എന്നാൽ ഇത് വിഗ്രഹാർപ്പിതമാണെന്ന് അറിഞ്ഞാൽ അതിൽ ഹലാൽ ലേബൽ ഉണ്ടെങ്കിൽ നോ. പക്ഷെ അതും ഇവർ പറയുന്നത് എന്താണ്? അത് ഹലാലല്ല എന്ന് വെച്ച് കഴിച്ചാൽ മതി എന്നാണ് പറയണത്. അതാണ് അച്ഛൻ വ്യത്യാസം. അപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ, കിട്ടുന്നത് കഴിക്കുന്നവനാണ്, മനച്ചാഞ്ചല്യം കൂടാതെ കഴിക്കുന്നവനാണ് യഥാർത്ഥ കത്തോലിക്കൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നച്ച, പണ്ട് കാലത്ത് രക്തസാക്ഷികൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഈ പറഞ്ഞ പോലെ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞതിനും വിശുദ്ധ ജസ്റ്റീനെയും റുഫീനെയും പറ്റി അച്ഛനെ പഠിക്കണം. അവരുടെ ജോലി മൺപാത്രം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. മൺപാത്രം ഉണ്ടാക്കുക. തൊട്ടടുത്ത നാട്ടിലെ ഉത്സവത്തിന് കമ്മിറ്റിക്കാർ വന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദേവന് നിങ്ങളുടെ കുറച്ച് മൺപാത്രം വേണം, അവിടെ ഞങ്ങൾക്ക് ഉത്സവത്തിനാണ്. കൊടുത്തുകൂടായിരുന്നോ? അവരെന്ത് ചെയ്തു? തരില്ലെന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ കർത്താവിന് മാത്രമുള്ളതാണ്. രക്തസാക്ഷികളായി. അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഇവർ മൗലികവാദികളായിരിക്കുമല്ലോ. അച്ഛൻ ഈ യഥാർത്ഥ കത്തോലിക്കരുടെ എണ്ണത്തെ കൂട്ടുന്നുണ്ടോ? കിട്ടുന്നതെല്ലാം കഴിക്കുന്ന കത്തോലിക്കർ? ഞങ്ങൾ അങ്ങനെയല്ല. ഈ കോലാടും ചെമ്മരിയാടിനെയും പറ്റിയിട്ട് അച്ഛനൊന്ന് പഠിക്കണം. കോലാടിൻ്റെ പ്രത്യേകത എന്താ? പ്ലാസ്റ്റിക് പോലും തിന്നും. അത് കോലാട് എന്തു കൊടുത്താലും തിന്നും. എന്നാൽ കുഞ്ഞാട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെമ്മരിയാട് അത് പച്ച പുല്ലുകൾ മാത്രമേ കഴിക്കൂ. അവൻ്റെ ഇടയം കൊടുക്കുന്നതേ കഴിക്കത്തുള്ളൂ. കോലാട് കണ്ടതെല്ലാം തിന്നും. അതാണ് അച്ഛൻ പറഞ്ഞത്, കിട്ടുന്നതെല്ലാം മനച്ചാഞ്ചലും കൂടെ. അതിലൊന്നും യഥാർത്ഥ കത്തോലിക്കരെ പെടുത്തണ്ട. ഞങ്ങൾ തമ്പുരാൻ തരുന്ന പുല്ലുകളെ തിന്നു. കാരണം അവൻ പച്ചയായ പുൽത്തകിടിയിലേക്ക് ഞങ്ങളെ നയിക്കുന്നു. കാരണം കർത്താവാണ് എൻ്റെ ഇടയൻ. ഇതുകൊണ്ടാണ് കോലാടിനെ വേർതിരിക്കുന്നത്. കോലാടിനെ ഇടതുവശത്തും ഈ ചെമ്മരിയാടിനെ വലതുവശത്തും നിർത്തുന്നത്. അതുകൊണ്ടാണ് ദൈവം ആ എക്സാമ്പിൾ ഉപയോഗിച്ചത്. കാരണം കോലാട് എല്ലാം തിന്നും. അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണ്ട. അടുത്തത്, സാംസ്കാരിക വൈവിധ്യങ്ങളോടുള്ള ഭയം നമ്മിൽ നിന്ന് ഉച്ചാടനം ചെയ്യാൻ പര്യാപ്തമാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. ഇവിടെ വീണ്ടും ഇവർ ചിന്തിക്കുന്ന സാംസ്കാരിക ഭയമാണ് പോലും. പക്ഷേ ഞങ്ങൾക്ക് എന്താ സന്തോഷമല്ലേ ഈ പറഞ്ഞ വിജാതീയ ആചാരങ്ങൾ, ഉത്സവങ്ങളെല്ലാം ആഘോഷിക്കുക, നാളെ ചണ്ടൊക്കെ ഇട്ട് ടങ്കട സന്തോഷമുള്ള കാര്യമല്ല, ഒരു ഭയമില്ല. പക്ഷേ ഈശോയ്ക്ക് ഇഷ്ടമല്ലെന്നേ. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാനെന്തിനു ചെയ്യണം? സാംസ്കാരിക അനുരൂപണത്തെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടിൻ്റെ അടിത്തറയാണത്. ഒരു ഭയവും കൂടാതെ സാംസ്കാരികമായ കാര്യങ്ങളെ സുവിശേഷവൽക്കരണത്തിനുള്ള വേദിയാക്കുകയാണ് വേണ്ടത്. മൂല്യങ്ങളുടെ കീർത്തനമായ 15-ാം സങ്കീർത്തനം നന്നായി പ്രചരിപ്പിക്കാനുള്ള അവസരമാണ് ഓണം എന്ന എൻ്റെ വ്യക്തമായ പ്രസ്താവനയെ വളച്ചൊടിക്കാൻ ആ ചെറുപ്പക്കാരൻ ശ്രമിച്ചത് മനഃപൂർവ്വമായിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആകെ ഉപയോഗിച്ച വാക്ക് പത്തറ്റിക് എന്നാണ്. ഓണം, ഈ സങ്കീർത്തനം 15-ാം അധ്യായത്തെ ഓണത്തിന് സങ്കീർത്തനമായിട്ട് ഉപമിച്ചതേ. അപ്പോൾ നമ്മളെന്ത് ചിന്തിച്ച് നോക്കിയേ, ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും ബൈബിളിലെ ഒരു ബാൽദേവൻ്റെ സങ്കീർത്തനമായിട്ട് ഉപമിക്കുന്ന പറഞ്ഞാൽ എന്തൊരു അരോചകമാണത്.
അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, പത്തറ്റിക്. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ പത്തറ്റിക് പ്രോ മാക്സ്. ഇനി 9ാമത്തത്, യോഗ, ഓണം, പൊങ്കൽ, ശാസ്ത്രീയ സംഗീതം, ശാസ്ത്രീയ നൃത്തങ്ങൾ തുടങ്ങിയ സാംസ്കാരികമായ കാര്യങ്ങളെ മതത്തോട് കൂട്ടിക്കെട്ടാനും അതിലൂടെ രാഷ്ട്രീയ ധ്രുവീകരണം നടത്താനും പലർക്കും, പ്രത്യേകിച്ച് ഹിന്ദുത്വ ശക്തികൾക്ക് താല്പര്യം ഉണ്ടാകും. അതിന് അവയെ മൊത്തമായി വിട്ടുകൊടുക്കണമോ എന്നതാണ് മുഖ്യമായ ചോദ്യം. എൻ്റെ പൊന്നച്ച, ഇന്ന് നമ്മുടെ ഭാരതത്തിലും ഇപ്പം കേരളത്തിലും എന്തുകൊണ്ടാണ് സംഘപരിവാർ അല്ലെങ്കിൽ മറ്റുള്ള ഈ പറഞ്ഞ പോലെയുള്ള സംഘടനകൾ എന്ത് പറഞ്ഞിട്ടാണ് ഇവർ നമ്മളെ എതിർക്കുന്നത്? 2 കാര്യം പറയട്ടെ. 1, നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നു. 2, നിങ്ങൾ ഞങ്ങളുടേത് കോപ്പി അടിക്കുന്നു. ഇങ്ങനെയുള്ള ഡയലോഗ് പറയുന്നതുകൊണ്ടല്ലേ ഈ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് നമുക്ക് കിട്ടുന്നത്. സുവിശേഷം പറഞ്ഞിട്ട് കിട്ടുന്നതിൽ ഐ ആം ഹാപ്പി, അത് ഞാൻ അഗ്രി ചെയ്യുന്നു. സത്യം പറഞ്ഞിട്ട് കിട്ടുന്നു, നോ പ്രോബ്ലം. പക്ഷേ മറ്റുള്ളവരുടെ മതത്തിലെ കാര്യം എടുത്തിട്ട് ഇത് എൻ്റെതാ നിൻ്റെതല്ല എന്ന് പറയാൻ നമുക്ക് എന്ത് റൈറ്റ് ഉണ്ട്? അച്ഛനിവിടെ ചോദിക്കുകയാണ്, ഈ പറഞ്ഞ യോഗ, ഓണം, പൊങ്കൽ, ശാസ്ത്രീയ സംഗീതം, ശാസ്ത്രീയ നൃത്തങ്ങൾ ഇതൊക്കെ അവരുടേതാണെന്ന് അവർ പറയുന്നു. ചില രാഷ്ട്രീയമാണ് അച്ഛൻ മിക്സ് ചെയ്യുന്നത്. നമുക്ക് രാഷ്ട്രീയമായിട്ട് വെച്ചാൽ മതപരമായിട്ട് ചിന്തിക്കാം, ഇതൊക്കെ നമ്മുടെ സഭയിൽ ഉണ്ടായതാണോ? അവരിൽ നിന്നുണ്ടായതല്ലേ? അവർക്കത് വിട്ടുകൊടുത്തുകൂടെ? അതും നമ്മുടേതാണെന്ന് പറഞ്ഞ് അടി വാങ്ങിക്കണോ? ഇവിടെ ഇഷ്ടം പോലെ ഇവിടെ കാര്യങ്ങൾ നമ്മുടെ സഭയിലുണ്ട്. എന്തെല്ലാം വേണം? ഇതൊന്നും പോരായിട്ട് അപ്പുറത്തുനിന്ന് എന്തിനാണ് ഈ കടമെടുത്ത് പറയിപ്പിക്കുന്നത്? ക്രിസ്ത്യാനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ നിലവിളക്ക് എടുത്ത് കൊണ്ടുവന്ന് മുകളിൽ കുരിശ് വരച്ചു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുരിശോ മറ്റേ കൊടിമരമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അതേ സ്റ്റൈൽ ഇവിടെ കൊണ്ടുവന്നു. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രാർത്ഥനാ രീതി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ യോഗ കൊണ്ടുവന്ന് ക്രിസ്തീയ യോഗയാക്കി മാറ്റും. നിങ്ങൾക്ക് ഞങ്ങളുടെ പോലെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇത് ഭാരതീയ കുർബാന, നിലത്തിരുന്നുള്ള കുർബാന നിങ്ങൾ തുടങ്ങി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വസ്ത്രം പോലും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കാവ്യ വസ്ത്രം എടുത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നു. ഇതുകൊണ്ടല്ലേ ഈ അടി വാങ്ങിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന്. അപ്പം അച്ഛൻ പറയുകയാണ് ഇതൊക്കെ അവർക്ക് വിട്ടുകൊടുക്കണം, മൊത്തമായും കൊടുക്കണമെന്നാണ് മുഖ്യമായ ചോദ്യം. വിട്ടുകൊടുക്കണം, അവരുടേത് അവർക്ക് കൊടുക്കണം, അവരെ അവഹേളിക്കരുത്. ഇതാണ് സത്യത്തിൽ യഥാർത്ഥ അവഹേളനയും ഇതാണ് മതസൗഹാർദ്ദത്തെ തകർക്കുന്നത് എന്ന് അച്ഛൻ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിക്കുന്നത് അവരത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര നല്ല രീതിയിൽ അവർക്ക് പ്രകോപനമാണ് ഉണ്ടാവുന്നത്. അവരുടെ ആൾക്കാരെ മതം മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കായി മാത്രമേ അവർ കാണുന്നുള്ളൂ. അതൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലല്ലോ ഈ കാര്യം മനസ്സിലാക്കാൻ. അച്ഛൻ പറയുന്നത് ക്രൈസ്തവർക്ക് ഭരതനാട്യവും തിരുവാതിരയും കുച്ചിപ്പുടിയും ഒന്നും വേണ്ട, മാർഗംകളിയും ചവിട്ട് നാടകവും പരിചമുട്ടുകളിയും മാത്രം മതി എന്ന നിലപാട് എത്രയോ ബാലിശമാണ്. എൻ്റെ അച്ഛൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സംസ്കാരവും ആചാരം തമ്മിൽ വേർപിടിക്കാൻ പറ്റത്തില്ല. ഒരു സ്ത്രീ പൊട്ടുകുത്തുന്നതും പാദസരം അണിയുന്നതും അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ നിലവിളക്ക്, ഇതിനൊക്കെ ഒരു ആചാരമുണ്ട്. ഈ ചെണ്ട കൂട്ടുന്നത്, ഞാൻ എൻ്റെ ഒരു ഹൈന്ദവനായ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ അമ്പലത്തിൽ ചെണ്ട കൂട്ടുന്നത് അദ്ദേഹം പറഞ്ഞു, അതായത് അമ്പലത്തിൽ ദേവീദേവന്മാരെയാണല്ലോ പ്രസാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ അസുരന്മാർക്ക് അതൊരു ബുദ്ധിമുട്ടിന് കാരണം, അവർക്ക് അസൂയ വരുമ്പോൾ അസുരന്മാരെ പ്രസാദിപ്പിക്കാനാണ് ഞങ്ങൾ ചെണ്ട കൂട്ടുന്നത്. കൊടിമരത്തിനും അതിൻ്റേതായ ഐതിഹ്യങ്ങളുണ്ട്. ഈ പറയുന്ന നൃത്തങ്ങൾ അച്ഛൻ സെർച്ച് ചെയ്ത് നോക്കുമെന്ന്, തിരുവാതിര ആരെ പ്രസാദിപ്പിക്കാനാണ്? അവരുടെ ഒരു ദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ പറയുന്ന ഓരോ വിജാതീയമായിട്ടുള്ള ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട ദേവനെ പ്രസാദിപ്പിക്കാനുള്ളതാണ്. പക്ഷെ നിങ്ങൾ ആ ആചാരത്തിന് വീട് മാറ്റി സംസ്കാരം എന്നാക്കിയിട്ട് തരുന്നു. നാളെ ശിവരാത്രി സംസ്കാരത്തിൻ്റെ ഭാഗമാക്കിയാൽ അച്ഛൻ രാത്രി മൊത്തം ഉറക്കം ഒഴിഞ്ഞിരിക്കുമോ? അച്ഛൻ ഈ പറഞ്ഞ ദേവൻ്റെ ഈ കട്ടൗട്ട് എടുത്തിട്ട് പള്ളിയുടെ പുറത്ത് വെക്കുമോ? നാളെ സർക്കാർ അത് ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചാൽ? അപ്പോൾ ഓരോ സംസ്കാരത്തിനും അതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. നമ്മൾ പറയുകയാണ് അവരോട് ഇല്ല, ഞങ്ങൾ പറയുകയാണെന്ന് ശരി, ഇത് എന്തൊരു മണ്ടത്തരാണ്. നമ്മൾ ഒരു കാര്യം ബൈബിളിലെ കാര്യം പറയുമ്പോൾ അവർ നമ്മളോട് പറയാം അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ശരിയാവോ? അതുപോലെ തന്നെ അവർ പറയുന്നു ഞങ്ങൾ ചെയ്യുന്ന ഈ ഓരോന്നിനും, ഞങ്ങൾ നിലവിളക്ക് വെക്കുന്നത് ഞങ്ങളുടെ ഭാവിയിൽ ഐശ്വര്യം ഉണ്ടാവാനും കുഞ്ഞുങ്ങളുണ്ടാവാനുമാണ്. ആ നിലവിളക്ക് ഞങ്ങളുടെ ഇന്ന ദേവൻ്റെ ഇന്ന സംഭവമാണ്. ഞങ്ങൾക്ക് ദൃഷ്ടിദോഷം ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ കുറച്ച് പേപ്പറിലോ ഉണക്കമുളക് ഇങ്ങനെ ചെയ്യുന്നു. അതുപോലെ കത്തോലിക്കൻ ചെയ്യാൻ എങ്ങനെ ശരിയാവും? അപ്പം സംസ്കാരത്തിൻ്റെ ഭാഗം ആണെന്ന് പറയുമ്പോൾ ഇതിന് എന്തുണ്ട്? ആചാരവുമായിട്ട് കണക്ഷനുണ്ട്. അത് വിജാതീയ ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞാൽ നമുക്ക് മതി, മാർഗംകളിയും മറ്റു കാര്യങ്ങളൊക്കെ മതി. കൃത്യമായി ഇന്ത്യൻ ശാസ്ത്രീയ ഗീതങ്ങൾക്കും നൃത്തങ്ങൾക്കും ക്രൈസ്തവ വരികൾ ഒരുക്കുക എന്നതിനാണ് പ്രേക്ഷിത തീക്ഷ്ണത വെളിവാകുന്നത്. അത്തരം സംരംഭങ്ങൾ പലരും ചെയ്തിട്ടുണ്ട്. ബിഷപ്പ് സെൽവസ്റ്റർ പൊന്നുമുത്തൻ രചിച്ച് ശ്രീ കുമ്പളം ബാബുരാജ് ചിട്ടപ്പെടുത്തിയ ക്രൈസ്തവ കീർത്തനങ്ങളും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി പുറത്തിറക്കിയ സങ്കീർത്തനങ്ങൾ ഗാനരൂപം കേട്ടുനോക്കുക.
ബിഷപ്പ് സെൽവസ്റ്റർ പുന്നമുത്തൻ. ഞാനൊരു വീട് ചെയ്തിട്ട് എനിക്ക് പാതിരാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഈ ബിഷപ്പ് സെൽവസ്റ്റർ പുന്നമുത്തൻ പിതാവിൻ്റെ രൂപതയിലുള്ള ഒരു ഇടവകയിൽ ഓണസദ്യ പള്ളിക്കകത്ത് മേശയിട്ട് എല്ലാവരും വിളമ്പി. അതൊക്കെ ഇപ്പോഴും അവൈലബിളാണ്. അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ രീതിയിൽ പാട്ടുകൾ രചിച്ച് പിതാവിൻ്റെ രൂപതയിൽ നടന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 10ാമത്തത്, ബൈബിൾ പരിഷ്കരണത്തെക്കുറിച്ചുള്ള ആ ചെറുപ്പക്കാരൻ്റെ പരാമർശങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്താണ് അത്ഭുതപ്പെടുത്തുന്നത് എനിക്കും മനസ്സിലായില്ല. അച്ഛനെ എന്താണ് അത്ഭുതപ്പെടുത്തിയത്? 2012 പരിഷ്കരിച്ച പുതിയ നിയമത്തിൻ്റെ 1000 കോപ്പി മാത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. സഭാംഗങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ കൃത്യമായ പതിപ്പ് ഇറക്കാൻ വേണ്ടി തന്നെയാണ് കുറഞ്ഞ കോപ്പികൾ മാത്രം പുറത്തുവിട്ടത്. മാനുഷികമായ തെറ്റുകളോ ശ്രദ്ധക്കുറവുകളോ ഉണ്ടായിരിക്കാം എന്ന ഞങ്ങളുടെ തിരിച്ചറിവല്ലേ അതിന് പിന്നിലുള്ളത്. മനുഷ്യർക്കും തെറ്റുപറ്റാം. അത് ധ്യാനഗുരുവായാലും ബൈബിൾ പണ്ഡിതനായാലും അങ്ങനെ തന്നെ. അന്ന് 500-ലേറെ തിരുത്തലുകളാണ് മുഖ്യമായും കുത്ത്, കൊമ തുടങ്ങിയവ ഞങ്ങൾക്ക് ലഭിച്ചത്. എപ്പോഴും 2012 ഇറക്കിയ പുതിയ നിയമത്തിൻ്റെ കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്. പഴയ നിയമത്തിൻ്റെ പരിഷ്കരണം പൂർത്തിയായ 2022 പരിഷ്കരണാർത്ഥം ആയി ഏതാനും കോപ്പികൾ ജനത്തിൻ്റെ പക്കലെത്തിക്കാൻ തീരുമാനിച്ചു. അതിലൂടെ പലരുടെയും ചെറുതും വലുതുമായ നിരീക്ഷണങ്ങൾ ലഭിക്കുകയുണ്ടായി. അവയിൽ യുക്തമായവ സ്വീകരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ റിവിഷൻ ടീമിന് വലിയ നന്ദിയും സന്തോഷവുമുണ്ട്. അതിനെ ഈ സന്ദർഭത്തിൽ പരാമർശിച്ചത് എന്തിനെന്ന് മനസ്സിലായില്ല. എന്തിനാണ് അതെന്തിനാ പറഞ്ഞെന്നറിയോ? ഈ ബൈബിള് ഇതാ. ഇത് ഞാൻ എത്ര രൂപയ്ക്ക് 750 രൂപയ്ക്ക് വാങ്ങിച്ച വിശുദ്ധ ബൈബിളാണ്. ഡോക്ടർ, പ്രൊഫസർ, റവറൻ, ഡോക്ടർ, സിസ്റ്റേഴ്സ്, ഡോക്ടർ, ഇവരെല്ലാം ഉണ്ട് ഈ എഡിറ്റോറിയൽ ബോർഡിൽ. ഈ കുത്തും കൊപ്പിയും പോയത് അതൊക്കെ മാനുഷികമായ തെറ്റുകളാണ്. അതൊക്കെ ആർക്കും പറ്റും. ഞാൻ 3 പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ 2 ട്രാൻസ്ലേറ്റ് ചെയ്തത്, 2 ഞാൻ എഴുതിയതാണ്. എനിക്കൊരു ദൈവഭയമുണ്ട്. ദൈവമേ, ഇതിൽ ഒരു രീതിയിലുള്ള തെറ്റുകൾ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഓക്കെ, വിവർത്തനത്തിൽ ഒരു പിഴവും പാടില്ലെന്ന് നമ്മൾ രാപ്പകൽ കുത്തിയിരുന്നിട്ടാണ് നമ്മൾ ഗൗരവത്തോട് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അച്ഛൻ പറയുന്നത്, ഇത്രയും ഡോക്ടർമാരും ഇത്രയും റവറന്മാരും ഇത്രയും സിസ്റ്റർമാരും ഇത്രയും വൈദികരുണ്ടായിട്ടും ഗുരുതരമായ തെറ്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതെ, ലഘൂകരിക്കരുതേ. ഈ തെറ്റുകൾ ഈ അൽമായൻ നിങ്ങളിലോട്ട് എത്തിക്കുകയും ബാക്കി തെറ്റുകൾ അയക്കുമ്പോഴേക്കും നിങ്ങൾ ബൈബിൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അപ്പോൾ സത്യമാണ്. ഈ ഉള്ളിൽ നിന്ന് മാത്രം നടന്ന ജനം അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞതപ്പോൾ സത്യമാണ്. മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പരിഷ്കരിച്ച ബൈബിളിനെ പറ്റിയിട്ട് വിവാദം ഉണ്ടായപ്പം എന്ത് പറഞ്ഞിട്ടാണ് ഒഴിഞ്ഞു മാറിയത്? അതും കൂടി ഓർത്താൽ നല്ലത്. നിങ്ങൾ പറഞ്ഞ ദൈവജനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇറക്കിയത് എന്നുള്ളത്. നിങ്ങൾ ദീപികയിൽ എന്താണ് മറുപടി പറഞ്ഞത്? ഒരേ കാര്യത്തെപ്പറ്റി 2 അഭിപ്രായം പറയരുത്. അപ്പോൾ റിവിഷൻ ടീമിന് വലിയ നന്ദിയും സന്തോഷവും പറയുന്നതിന് മുൻപ് പറയേണ്ടത് ദൈവജനത്തിനാണ്. കാരണം ഇത്രയും ഡോക്ടർമാരുണ്ടായിട്ടും വൻ ബ്ലണ്ടറുകൾ നിങ്ങൾ ട്രാൻസ്ലേഷനിൽ വരുത്തി. എന്നിട്ട് ഒട്ടും ഡോക്ടറേറ്റ് ഇല്ലാത്ത ഈ പറഞ്ഞ സാധാരണ അൽമായനാണ് അത് തിരുത്തി കൊടുത്തത്. അപ്പം നിങ്ങൾ ആർക്ക് നന്ദി പറയണം? റിവിഷൻ ടീമിനോ? ഈ തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും തെറ്റില്ല ദൈവജനം വായിക്കുക. അപ്പോൾ പിന്നെ എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടി? ഞാൻ പറഞ്ഞല്ലോ, ഒരു 1-2 ഒക്കെ, അല്ലെങ്കിൽ 1-2 എന്നല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കുത്തും കൊമയോ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറുന്ന വിഷയം. ഇത് തർജ്ജമയിലാണ് പ്രശ്നം, ട്രാൻസ്ലേഷനിലാണ് പ്രശ്നം. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തിലാണ് ഡോക്ടറേറ്റ് കിട്ടിയത് നമ്മൾ ചോദിക്കേണ്ടി വരും. പിന്നെ എന്താണ് നിങ്ങൾ ഇത്രയും പേര് അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്ന് ചോദിക്കേണ്ടി വരും. അതിൽ അച്ഛനെ അത്ഭുതപ്പെടാൻ എന്താ ഉള്ളത്? സത്യത്തിൽ ഞാനാണ് അത്ഭുതപ്പെടേണ്ടത്, ഞങ്ങളാണ് അത്ഭുതപ്പെടേണ്ടത്. ഇത്രയും പേരുണ്ടായിട്ടും ഇത്രയും തെറ്റുകൾ എങ്ങനെ വന്നു? ബാക്കി തെറ്റുകൾ പോലും സ്വീകരിക്കാനുള്ള ഒരു 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 എന്താ പറയുക, ഒരു മാനസിക നില നിങ്ങൾക്കില്ലാതെ പോയല്ലോ എന്നുള്ളത്. എന്നിട്ട് അച്ഛൻ തുടരുകയാണ്. അപ്പം ഞാൻ എന്തിനാണ് പരാമർശിച്ചതെന്ന് അച്ഛനെ മനസ്സിലായല്ലോ. ഡോക്ടറേറ്റിലൊന്നുമല്ല കാര്യം. ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ദൈവജനത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വെള്ളം ചേർക്കാതെ സുവിശേഷം പറയുന്നതിലാണ് കാര്യം. നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് വളരെ ചെറുപ്രായത്തിൽ സ്കൂളിൽ കേട്ടത് മുതൽ ഇങ്ങോട്ട് ഒരു സാംസ്കാരിക വേദിക എന്ന നിലയിൽ എത്രയെത്ര ഓണാഘോഷങ്ങളിൽ നമ്മൾ സജീവമായി പങ്കെടുത്തു. അവ നമ്മിൽ ആരെയാണ് ക്രിസ്തു വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയിട്ടുള്ളത്? ഇതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. 1599 വരെ ഈ സുനഹദോസിലൂടെ ഓണാഘോഷം പാടില്ലെന്ന് ഈ പറഞ്ഞ സഭ പറഞ്ഞപ്പോൾ അന്നുള്ള ക്രിസ്ത്യാനികൾ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കത്തില്ലേ? ഞങ്ങൾ AD 52 മുതൽ തോമസ് ലീഹയുടെ കാലം മുതൽ ക്രിസ്ത്യാനികളാണ്.
ഞങ്ങൾ ഓണാഘോഷിച്ചിരുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്ന് അവരും ചോദിച്ച് കാണത്തില്ലേ? പിന്നെ എന്തിനാണ് സഭ എന്ന് വിലക്കിയത്? മെത്രാന്മാരും അച്ഛന്മാരും സന്യസ്തരും അൽമായ പ്രേക്ഷിതരുമെല്ലാം സാംസ്കാരിക ബഹുസ്വരതയെ മാനിച്ചും എല്ലാവരോടും ഇടകലർന്നും വിശ്വാസത്തിൽ ഒത്തുതീർപ്പുകളില്ലാതെ തന്നെ നിർഭയം ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ആ ഭയമെല്ലാം എവിടെ നിന്നു വരുന്നു? സംഭവം മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടായിരുന്നു. എല്ലാ മതങ്ങളിൽ രക്ഷയുണ്ടെന്ന് അറിഞ്ഞോ അറിയാതെയോ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് തമ്പുരാൻ കേരള സഭയെ വിശദീകരിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തു നിന്നും ദൈവം ഓരോരുത്തരും ഉയർത്തി. ആ പ്രഭാത നക്ഷത്രങ്ങളായ ദാനുകരിക്കന്മാർ ദൈവജനത്തെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ തുടങ്ങിയപ്പോൾ പലർക്കും ചൊറിയാൻ തുടങ്ങി, പലർക്കും അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. അവർ പഠിച്ച ദൈവശാസ്ത്രത്തിനെതിരാണിത്, അവർ പോസ്റ്റുകൾ ഇറക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ അസ്വസ്ഥത വരുന്നത്. കാരണം ഇത്രയും കാലം കംഫർട്ട് സോണിലായിരുന്നു. ഇന്ന് ആൾക്കാർ യേശു ഏകരക്ഷകനാണെന്ന് പറയാൻ തുടങ്ങി. പണ്ടിങ്ങനെ പറയുന്നവർ കുറവായിരുന്നു. ഇന്ന് ധ്യാനം ഗുരുക്കന്മാരുടെ പിന്നാലെ ആൾക്കാർ പോകുന്നതാണ് ഇവർക്ക് അസ്വസ്ഥത വരാൻ തുടങ്ങി. അവിടെയാണ് ഈ അസ്വസ്ഥത വരുന്നത്. ദൈവാത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന സ്വാതന്ത്ര്യം വിശ്വാസത്തിലും സ്നേഹത്തിലും ശരണത്തിലും അധിഷ്ഠിതമാണ്. ഈ സ്വാതന്ത്ര്യം ആര് നൽകുന്ന സ്വാതന്ത്ര്യം? ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം. ആരുള്ള വിശ്വാസം? ക്രിസ്തുവുള്ള വിശ്വാസം. ആര് നൽകുന്ന സ്നേഹം? ക്രിസ്തു നൽകുന്ന സ്നേഹം. ആരോടുള്ള ശരണം? ക്രിസ്തുവുള്ള ശരണം. പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കാനാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എക്സാക്ട്ലി. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഹൈന്ദവ സഹോദരനോ എൻ്റെ തൊട്ടിപ്പുറത്തെ വീട്ടിലെ മുസ്ലിം സഹോദരനോ ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. ആർക്ക് മുൻപേ? അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞങ്ങളുണ്ട്, ഞങ്ങളുടെ രക്തം കൊടുക്കാൻ ഞങ്ങളുണ്ട്. അങ്ങനെ ചെയ്തവരാണ് അപ്പോസ്തലന്മാരും വിശുദ്ധരെല്ലാവരും. പക്ഷേ അതിൻ്റെ അർത്ഥം എൻ്റെ വിശ്വാസത്തെ ഞാൻ കോംപ്രമൈസ് ചെയ്ത് അവരുടെ വിശ്വാസത്തെ എൻ്റെ കുടുംബത്തോട് കയറ്റുക എന്നുള്ളതല്ല. അവ ദുർവ്യാഖ്യാനം ചെയ്ത് അനാവശ്യ ഭയങ്ങൾ പടർത്തി മനുഷ്യരുടെ സൗഹൃദവും പാരസ്പര്യവും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് ജാഗ്രത പാലിക്കാം. ഇതാണ് പ്രോബ്ലം. സത്യം പറഞ്ഞാൽ നമുക്ക് അടി കിട്ടും. അപ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് പോകുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ആഗ്രഹവും ഇവരാഗ്രഹിക്കുന്നതും. അതിനെതിരെ സത്യസന്ധമായിട്ട് യേശു ക്രിസ്തുവാണ് ഏക സത്യദൈവം, വിജാതിയർ ആരാധിക്കുന്ന പിശാചിനെയാണ്. ഈ രണ്ട് കാര്യം പറഞ്ഞാൽ അസ്വസ്ഥതയാണ്. അതുകൊണ്ടാണ് നമുക്ക് കാണാം ഒരിക്കലും ഇവരുടെ പോസ്റ്റുകളിൽ യേശു ഏകരക്ഷകൻ ഫേസ്ബുക്ക് പൂറി ഇവർക്ക് പറയാൻ ഭയമാണ്. പറഞ്ഞാൽ അവരെ നോട്ടെന്ന് കൊടുക്കും. അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നുള്ളത് അവർക്ക് ഭയമാണ്. സോ ഇതൊരു പാറ്റേൺ ആണ്. ഇത് സെക്യുലർ ബാധ ബാധിച്ച എല്ലാ വൈദികരുടെയും ഒരു പാറ്റേൺ കാണാം. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഒരല്പമെങ്കിലും സ്ട്രോങ് ആയിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് പറയാതെ തരമില്ല. ഇത് കുറേ കാലമായിട്ട് തുടങ്ങി. ഇതിനൊരു അവസാനം വേണം. സോ അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛൻ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഈ ധ്യാനം ഗുരുക്കന്മാരെ തിരുത്തുന്നത്. അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. സോ ജോഷി അച്ഛനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ അച്ഛൻ ഒന്നാമത് തന്നെ പറഞ്ഞത് നുണയായിരുന്നു. അവസാനം വരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അച്ഛന് വ്യക്തമായ രീതിയിൽ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും അച്ഛൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ദൈവജനം പോകുന്നത് ദൈവവചനം യഥാർത്ഥമായ വെള്ളം ചേർക്കാതെ അവർക്ക് കൊടുക്കുന്നവരുടെ അടുക്കിലേക്കാണ്. മലയാളികളുടെ സ്വഭാവമാണ് എത്ര നല്ല വിലയാണെങ്കിലും നല്ല വൃത്തിയുള്ള മായം ചേർക്കാത്ത ഭക്ഷണം നല്ല വില കൊടുത്തും കഴിക്കുക എന്നുള്ളത് മലയാളികളുടെ ശീലമാണ്. അതുപോലെയാണ് നല്ല ദൈവവചനം വെള്ളം ചേർക്കാതെ മായമില്ലാതെ പഠിപ്പിക്കുന്നിടത്ത് മലയാളികൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോവും, മൗണ്ട് കാർമൽ പോവും, ധ്യാനിക്കാൻ പോവും. അതിലൊരു അസ്വസ്ഥത ഉണ്ടായിട്ടും കാര്യമില്ല. ഞങ്ങളിത് തുടരുക തന്നെ ചെയ്യും. ഒന്ന് നോക്കിയാൽ മാത്രം മതി. ബൈബിൾ ക്ലാസ്സിന് അച്ഛൻ വിളിച്ച എത്ര പേര് വരുമെന്ന് ചിന്തിക്കുക. ഈ ധ്യാനഗുരുക്കന്മാരെ വിളിച്ച എത്ര പേര് വരുമെന്ന് ചിന്തിക്കുക. കാലം മാറി, പ്ലേറ്റ് മാറി. അതുകൊണ്ട് പണ്ടത്തെ പോലെയല്ല, അപ്പം കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. അപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നമുക്കും ഡാനിയൽ അച്ഛനെ പോലെയും സേവർക്കൻ അച്ഛനെ പോലെയും ഡൊമിനിക് അച്ഛനെയും ഒക്കെ പോലെ ഉള്ള ആ അഭിഷേകമുള്ള രീതിയിൽ ഈ പറയുന്ന വൈദികർ പ്രത്യേകിച്ച് അവരുടെ പൗരത്വത്തിൻ്റെ വില അറിയാതെ, അവരെ ദൈവം എന്തിനു വിളിച്ചെന്ന് അറിയാതെ ലോകത്തിൻ്റെ ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യങ്ങളുടെ പിറകെ പോയി ദൈവജനത്തെ അവരെ അറിയുന്നോ അറിയാതെയോ ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന വൈദികരിൽ പരിശുദ്ധാത്മാവിന് അഭിഷേകം വരാനും ശക്തമായിട്ട് അവർ മുന്നോട്ട് പോകുവാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. സോ പരിശുദ്ധ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനസ്തേക്കും ബെനഡിക്താത്തുവിൻ മൊളിയരിബൂസ് എർ ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെന്ത്രീസ് തു യേസുസ് സാങ്താം മരിയ മാതർ ദൈ ഓരാ പ്രൊനോബിസ് പെക്കാത്തോരിബൂസ് നുങ്കേ തിന്നോര മോർത്തിസ് നോസ്ത്രയാമേൻ വിവ ക്രിസ്റ്റോറെ.